നമസ്കാരം. ലോർഡ് സീസർ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്തുള്ള സംഭവങ്ങളെക്കുറിച്ച് അയാൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഇമോർട്ടൽ ക്രെയിനോടും മാർക്ക് ഫെല്ലറോടും പങ്കുവെച്ചതും ഇമോർട്ടൽ ക്രെയിൻ സീസറോട് ചോദിച്ചു, അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ലേ കാണാൻ? സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും കൂടി അരിച്ചു പിറക്കിയതാണ്. അങ്ങനെ അരിച്ചു പിറക്കിയിട്ടും അവർക്ക് ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇമോർട്ടൽ ക്രെയിൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെ ഇമോർട്ടൽ ക്രെയിൻ ചോദിച്ചതും സീസർ ഇമോർട്ടൽ ക്രെയിനോടും മാർക്കിനോടുമായി പറഞ്ഞു, ബാ. അങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്ന സീസറെ ഒന്ന് നോക്കി മാർക്കും ഇമോർട്ടൽ ക്രെയിനും അയാളെ ഫോളോ ചെയ്തു തുടങ്ങി. ആ കൂറ്റൻ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയ സീസർ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ പുറകു ഭാഗത്തേക്കാണ് നടക്കുന്നത്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഗേറ്റ് മുതൽ വലതു ഭാഗത്തേക്ക് നടക്കുന്ന ഏതൊരാൾക്കും മലകൾ കാണാൻ പറ്റും. ആ മലകൾ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറകോട്ട് നടക്കുമ്പോഴും കാണാം. ഏതാണ്ട് മലകൾ കൊണ്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തെ പ്രത്യേക ശൈലിയിൽ കൺവെർട്ട് ചെയ്ത് സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് ആക്കി മാറ്റിയിരിക്കുന്നതാണ്. മലകളാണ് ആ സ്ഥലത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ആ പ്രധാന ബിൽഡിങ്ങിൽ നിന്ന് മല ലക്ഷ്യമാക്കി നടക്കുന്ന സീസറെ ഫോളോ ചെയ്ത മാർക്കും ഇമോർട്ടൽ ക്രെയിനും എത്തിച്ചേർന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്കാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തെത്തിയ സീസർ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയ അയാൾ നടന്നു കയറിയത് ആ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആ കാഴ്ച കണ്ട ഇമോർട്ടൽ ക്രെയിനും മാർക്കും ഒന്ന് മുഖത്തോടെ നോക്കിയിട്ട് അവർ സീസറെ പിന്തുടർന്ന് ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറി. വെള്ളച്ചാട്ടത്തിനകത്തുകൂടി സീസർ കൂളായി നടക്കുകയാണ്. മാർക്കും ഇമോർട്ടൽ ക്രെയിനും അയാളെ ഫോളോ ചെയ്തു. ആ വെള്ളച്ചാട്ടത്തിനകത്തുകൂടി കുറച്ചു ദൂരം നടന്നപ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് മാർക്കിനെയും ഇമോർട്ടൽ ക്രെയിനെയും അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആ വെള്ളച്ചാട്ടം യഥാർത്ഥത്തിൽ ഒരു ബിൽഡിങ്ങിലേക്കുള്ള എൻട്രൻസ് ആണ്. ആ എൻട്രൻസിന്റെ മുൻപിലാണ് യഥാർത്ഥത്തിൽ ആ വെള്ളം കുത്തനെ വീഴുന്നത്. ആ വെള്ളച്ചാട്ടത്തിനകത്ത് അങ്ങനെ ഒരു വാതിലും ബിൽഡിംഗും ഒക്കെ ഉണ്ടെന്ന് ഒരു കുഞ്ഞു പോലും മനസ്സിലാക്കില്ല. മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും സീസറെ പിന്തുടർന്ന് അവിടെയുള്ള ആ വിശാലമായ ബിൽഡിങ്ങിലേക്ക് കടന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ഹാളാണ്. ആ ഹാളിനകത്തേക്ക് മാർക്കിനെയും ഇമോർട്ടൽ ക്രെയിനെയും ഇൻവൈറ്റ് ചെയ്ത സീസർ അവരെയും കൊണ്ട് എത്തിയത് ഒരു വലിയ ആർട്ട് ഗാലറിയിലേക്കാണ്. ഈ സെയിം ശൈലിയിൽ ഒരു ആർട്ട് ഗാലറി ഡീമൺ സിറ്റിയിൽ ഇമോർട്ടൽ ക്രെയിനിന്റെ അധീനതയിലുണ്ട്. ആ ആർട്ട് ഗാലറിയിലേക്ക് കയറിയപ്പോൾ മാർക്കിന്റെ മനസ്സിൽ അതേ ആർട്ട് ഗാലറിയാണ് യഥാർത്ഥത്തിൽ കടന്നു വന്നത്. ഇമോർട്ടൽ ക്രെയിൻ കൗതുകത്തോടെ ആ ചിത്രങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ സീസർ മാർക്കിനെയും ഇമോർട്ടൽ ക്രെയിനെയും നയിച്ച് ആ ആർട്ട് ഗാലറിയുടെ ഏറ്റവും പുറകിലെത്തി. അവിടെ വളരെ വിശാലമായ ഒരു ക്യാൻവാസ് തുണി കൊണ്ട് മറച്ച രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇതേ ശൈലിയിൽ തുണി കൊണ്ട് മറച്ച ഒരു ക്യാൻവാസ് മാർക്ക് ഫെല്ലർ ഇമോർട്ടൽ ക്രെയിനിന്റെ ആ ആർട്ട് ഗാലറിയും കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു അനുഭവം മാർക്കിനും കൂടുതലുള്ളവർക്കും ഉണ്ടായത് ഇപ്പോഴും മാർക്കിന്റെ മനസ്സിലുണ്ട്. അതുപോലെ എന്തെങ്കിലും ആണോ ഇനി ഈ തുണിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാനായി മാർക്ക് കൗതുകപൂർവ്വം ആ ക്യാൻവാസിലേക്ക് നോക്കിയപ്പോൾ സീസർ ആ ക്യാൻവാസ് ഒന്ന് നീക്കി. സീസർ കൈയൊന്ന് അനക്കിയപ്പോൾ ആ ക്യാൻവാസ് രണ്ട് ഭാഗത്തേക്കുമായി അങ്ങ് മാറുകയായിരുന്നു. ആ ക്യാൻവാസിൽ ഇപ്പോ മാർക്കും ഇമോർട്ടൽ ക്രെയിനും കാണുന്നത് 8 ആളുകളെയാണ്. ആ ആളുകളെ കണ്ട മാർക്ക് സീസറോട് ചോദിച്ചു, സീസർ ഇതാരാ? മാർക്ക്, ഇവരാണ് ഈ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ ഹയറപ്സ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ ഒളിച്ചിരിക്കുന്ന ആ ഹയറപ്സിന്റെ രൂപം ശരിക്കും കൗതുകത്തോടെയാണ് മാർക്കൊന്ന് നോക്കിപ്പോയത്. ഇമോർട്ടൽ ക്രെയിന്റെ മുഖത്തും ഒരു അതിശയമുണ്ട്. ആ 8 രൂപങ്ങളിൽ ഒന്ന് സുന്ദരിയായ ഒരു സ്ത്രീയാണ്. ഒരു രൂപത്തിന്റെ മുതുക് ലേശം വളഞ്ഞിട്ടാണ്. അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീസർ മാർക്കിനോട് പറഞ്ഞു, ഗൂഷീഷിന്റെ ബോഡിയിൽ മാർക്കിനോട് പൊരുതിയത് അദ്ദേഹമാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അത് ഗാർണറാണ്. ഗാർണറോ? അതെ, വില്യം ഗാർണർ. വില്യം ഗാർണർ എന്ന് വിളിക്കപ്പെട്ട ആ വ്യക്തി പുഞ്ചിരിയോടുകൂടി മാർക്ക് ഫെല്ലറെയും ഇമോർട്ടൽ ക്രെയിനെയും അതുപോലെ സീസറെയും നോക്കി നിൽക്കുന്നതായിട്ടാണ് ഗാർണറെ പരിചയപ്പെടുത്തിയപ്പോൾ മാർക്കിന് തോന്നിയത്. ശരിക്കും ആ ചിത്രത്തിൽ കാണുന്ന എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് അവരെ നോക്കുന്നത്. ആ 8 ടീമിനെ അങ്ങനെ മാർക്ക് നോക്കി നിൽക്കുമ്പോൾ സീസർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഫോട്ടോ വെറുമൊരു ഫോട്ടോ അല്ല. പിന്നെ മാർക്ക്, ഇവരൊക്കെ മൈറ്റി ലെവലിലെ യോദ്ധാക്കളാണ്. ആ മൈറ്റി ലെവലിലെ യോദ്ധാക്കളുടെ ശക്തി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഫോട്ടോയിലേക്ക് അവരുടെ ഡിവൈൻ സെൻസിനെ അയക്കാം. അവിടെ വെച്ച് ആ മൈറ്റി ലെവൽ യോദ്ധാക്കളുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. സീസർ പറഞ്ഞ ആ സംഭവം മാർക്കിന് ആദ്യം അങ്ങോട്ട് മനസ്സിലായില്ല. മാർക്ക് സംശയത്തോടെ സീസർ നോക്കിയതും സീസർ ഒന്നുകൂടി വ്യക്തമാക്കി, മാർക്ക്, നീ ഇതിന്റെ ഒറിജിനൽ ബോഡി ഇവിടെ സൂക്ഷിച്ചിട്ട് നിന്റെ ഡിവൈൻ സെൻസിനെ ഈ ചിത്രത്തിലേക്ക് അയച്ചാൽ
ആ ചിത്രത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് നീ എത്തപ്പെടും. അതിലുള്ള ആരുമായിട്ട് വേണമെങ്കിലും നിനക്ക് ഫൈറ്റ് ചെയ്യാം. മാർക്ക്, നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ ഫൈറ്റ് ചെയ്യുമ്പോൾ ഫൈറ്റൊക്കെ നിനക്ക് അനുഭവപ്പെടുമെങ്കിലും ശരിക്കും അതൊരു മായികമായ സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സീസർ അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. അത് കണ്ടതും ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ബ്രദർ, ഞാൻ ഇപ്പൊ തന്നെ അവരോടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഈ മൈറ്റി ഫിയർ എത്ര ശക്തരാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മാർക്ക് ഫെല്ലർ മാർഷൽ സെയിന്റ് ലെവലിന്റെ ഏർലി സ്റ്റേജിൽ മാത്രം എത്തിയ വ്യക്തിയാണ്. സീസർ ആണെങ്കിൽ മിഡിൽ ലെവലിലാണ്. നേരത്തെ കൊല്ലപ്പെട്ട ഗൂഷീഷ് ആണെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റേജ് മാർഷൽ സെയിന്റുമാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ തന്നെ പീക്ക് ലെവലിൽ എത്തിയ വ്യക്തിയായിരുന്നു ഗൂഷീഷ്. ആ ഗൂഷീഷിനേക്കാൾ വളരെ വളരെ മുകളിലാണ് ഈ മൈറ്റി ലെവലുള്ള യോദ്ധാക്കൾ. ആ ഹയറപ്സിന്റെ ആ മൈറ്റി ലെവൽ കപ്പാസിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ അവരുമായി ഒന്ന് ഫൈറ്റ് ചെയ്തില്ലേ പറ്റൂ. അതുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ അവരുമായി ഫൈറ്റ് ചെയ്യാൻ കിട്ടിയ ആ ചാൻസ് ഒന്ന് ഉപയോഗിക്കാൻ വിചാരിച്ചത്. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് അവന് ഡിവൈൻ സെൻസിനെ ആ ചിത്രത്തിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും ഇമോർട്ടൽ ക്രെയിൻ സീസറോട് ചോദിച്ചു, സീസർ, ഈ ഡിവൈൻ സെൻസ് ഈ ചിത്രത്തിലേക്ക് അയച്ചാൽ എത്ര നേരം അവിടെ നിൽക്കേണ്ടി വരും? അതോ 1 മാസം വേണ്ടി വരും? 1 മാസോ? അറിയാതെ മാർക്ക് ചോദിച്ചു പോവുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് മാർക്ക് ബോഡിയിൽ നിന്ന് പിൻവലിച്ച് ആ ചിത്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഹയറപ്സുമായിട്ട് മാർക്കിന് ഏറ്റുമുട്ടാൻ പറ്റും. പക്ഷെ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ മാർക്കിനെ അവിടുന്ന് പിൻവാങ്ങണമെങ്കിൽ 1 മാസം സമയം വേണം. അത് അപകടമാണ്. ആ 1 മാസവും മാർക്കിന്റെ ഒറിജിനൽ ബോഡി സൂക്ഷിക്കണം. ആരെങ്കിലും ആ ഒറിജിനൽ ബോഡിയുടെ അടുത്തെത്തി അതിനെ എന്തെങ്കിലും ചെയ്താൽ മാർക്ക് അവിടെ അവസാനിക്കും. ഒരു ഞെട്ടലോട് കൂടിയാണ് മാർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്ത് മണ്ടത്തരോ കാണിക്കാൻ പോയെന്ന് അറിയാവോ? ഇമോർട്ടൽ ക്രെയിൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് മാർക്കിന് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. ശരിക്കും ഇമോർട്ടൽ ക്രെയിൻ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ സീസർ ആ ഉത്തരം പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാർക്കിന് അറിയില്ല. മാർക്ക് സീസറോട് ചോദിച്ചു, സീസർ, ആ കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? 1 മാസത്തോളം ഞാൻ അകത്ത് പെട്ടുപോകുന്നുള്ള കാര്യം. മാർക്ക്, നീ ശരിക്കും ആ ചിത്രത്തിനകത്തേക്ക് കടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇത് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നീ കടക്കാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായും ഞാൻ പറഞ്ഞനെ. സീസർ പറയുന്നതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്ന് ആ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കള്ളം പറയുന്ന വ്യക്തിയെ അല്ല സീസർ, അത് മാർക്കിന് അറിയാം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാർക്സിസ്റ്റുകളെ മാർക്കിനെതിരെ എത്തിക്കില്ല എന്ന് മാർക്കിന് സീസർ വാക്ക് കൊടുത്താണെങ്കിലും സീസർക്ക് അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണം സീസർ ഗൂഷീഷിന്റെ പിടിയിലായതാണ്. ഗൂഷീഷൻ സീസറിന്റെ എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞതുകൊണ്ടാണ് മാർക്കിന് കൊടുത്ത വാക്ക് പാലിക്കാൻ സീസർക്ക് പറ്റാതെ പോയത്. മാർക്കിനിപ്പോ അത് അറിയാം. മാർക്കും ഇമോർട്ടൽ ക്രെയിനും സീസറുമായി അവിടെ നിന്ന് വീണ്ടും പ്രധാന ഹാളിലേക്ക് മടങ്ങിയെത്തി. അവിടെ എത്തിയതും സീസർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നാൽ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ യാത്രയാവുകയാണ്. സീസർ എങ്ങോട്ടാ പോകുന്നത്? മാർക്ക്, ഇനി എനിക്കിവിടെ എന്താ റോളുള്ളത്? ഞാനിവിടുന്ന് പോവുകയാണ്. സീസർ, അത് പറ്റത്തില്ല. ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനെയും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനൊക്കെ ആരാ പിന്നെ നിയന്ത്രിക്കുക? മാർക്ക്, അതിനാണോ ബുദ്ധിമുട്ട്? നിന്റെ ഈ സുഹൃത്ത് തന്നെ അതിശക്തനല്ലേ? അത് കേട്ടത് ഇമോർട്ടൽ ക്രെയിൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യവുമില്ല. അതുമാത്രമല്ല, ഇവിടെ നിങ്ങളുടെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കാൻ സമയവുമില്ല. ഞാനും ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇമോർട്ടൽ ക്രെയിൻ അത് പറഞ്ഞതും മാർക്ക് ഇമോർട്ടൽ ക്രെയിനോട് ചോദിച്ചു, ബ്രദർ പോവുകയാണോ? മാർക്ക്, ഇപ്പോ നമുക്ക് സത്യം അറിയാം. 1 മാസമെങ്കിലും എടുക്കും ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡും സെക്കൻഡ് മിസ്റ്റിക് വേൾഡും തമ്മിൽ കണക്ഷൻ ആകുമ്പോൾ ഞാൻ മടങ്ങി വരുന്നതല്ലേ നല്ലത്. അതുവരെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇമോർട്ടൽ ക്രെയിൻ പറയുന്ന ആ വാക്കുകൾക്ക് വല്ലാത്ത അർത്ഥമുണ്ട്. അയാൾക്ക് മാർക്കിന്റെ ആ ഭൗതിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. അയാൾ അവിടെ വന്നത് ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ആ പ്ലാറ്റ്ഫോം വഴി അയാൾക്ക് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ പറ്റണം. ഇപ്പോ സ്റ്റാർ സീസർ പറഞ്ഞിരിക്കുന്ന അറിവനുസരിച്ചാണെങ്കിൽ ആ മിസ്റ്റിക് വേൾഡ് ഭൂമിയിൽ അല്ല, അത് മറ്റെവിടെയോ ആണ്. മറ്റേതോ ഗ്രഹങ്ങളിലോ നക്ഷത്രങ്ങളിലോ ആണ് ആ മിസ്റ്റിക് വേൾഡ് ഉള്ളത്. ഭൂമിയിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിനെ എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സീസർ അങ്ങനെ പറയുന്നത്. സീസർക്ക് ഇതുവരെയും ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു ഊഹം മാത്രമാണ് യഥാർത്ഥത്തിൽ സീസർക്കും ഉള്ളത്. ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയതും മാർക്ക് പിന്നീട് ഇമോർട്ടൽ ക്രെയിനെ നിർബന്ധിച്ചില്ല. ഇമോർട്ടൽ ക്രെയിൻ അവിടുന്ന് സീസറോടും മാർക്കിനോടും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ മാർക്ക് ഇമോർട്ടൽ ക്രെയിൻ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്താണെന്ന് മാർക്കിന് മനസ്സിലാകുന്നത്
ഇമോട്ടോക്രൈനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. മാർക്കിന് വേണ്ടി ഇമോട്ടോക്രൈൻ അവരുടെ ആ ഡീമൺ സിറ്റിയിലെ സകല നിയമങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് മാർക്കിനെ സംരക്ഷിക്കാനായി അവിടെ എത്തുകയായിരുന്നു. ഇമോട്ടോക്രൈൻ അവിടെ നേരെ പോകുന്നത് ക്യാൻ സിറ്റിയിലേക്കാണ്. അവിടെ ഇമോട്ടോക്രൈന്റെ അനുയായികളുണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് അയാൾക്ക് എത്രയും പെട്ടെന്ന് ഡീമൺ സിറ്റിയിലേക്ക് മടങ്ങണം. ഇമോട്ടോക്രൈൻ പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ സീസറോട് പറഞ്ഞു, ലോർഡ് സീസർ, അങ്ങ് വേണം ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ തലവനാകാൻ. മാർക്ക്, നീ എന്തായി പറയുന്നത്? ഈ മിസ്റ്റിക് വേൾഡ് നിനക്ക് അവകാശപ്പെട്ടതാണ്. ലോർഡ് സീസർ, അങ്ങ് അങ്ങനെ പറയരുത്. അങ്ങാണ് യഥാർത്ഥത്തിൽ ഈ മിസ്റ്റിക് വേൾഡിന്റെ അധികാരിയാകേണ്ടത്. ഞാൻ ഒരു നിമിത്തമായി എന്ന് മാത്രം കരുതുക. അങ്ങനെ സീസറോട് മാർക്ക് പറഞ്ഞതും സീസർ ആ മിസ്റ്റിക് വേൾഡ് നോക്കിക്കൊള്ളാമെന്ന് മാർക്കിനോട് സമ്മതിച്ചു. സീസർ മാർക്കിനോട് യാത്ര പറഞ്ഞ് സീസറിന്റെ ആ വസതിയിലേക്ക് നടക്കുമ്പോൾ മീശ അങ്ങോട്ടേക്ക് വന്നു. മീശ വലിയ സന്തോഷത്തിലാണ്. മാർക്കിനടുത്തേക്ക് ഓടി വന്ന മീശ മാർക്കിനെ കണ്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. എന്തിനു ലേറ്റ് ആവണം? അല്ല മാർക്ക്, നീ ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ അധികാരി ആയിരിക്കുകയാണല്ലോ. എനിക്ക് ഇവിടെ മുഴുവൻ ഒന്ന് പരത്തണം. മീശ, ഞങ്ങളിവിടെ മുഴുവൻ പരതി, ഇവിടെ ഒന്നുമില്ല. മാർക്ക്, നീ അല്ല ഞാൻ. എനിക്ക് ഈ ആർക്കിയോളജി എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും നന്നായിട്ട് അറിയാം. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിനക്ക് ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? മാർക്ക്, നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. മീശ, തമാശ വിടൽ. ശരിക്കും നിനക്ക് ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അതിന് ഉത്തരം പറയും മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഞാനും ഗു ഷീഷനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നപ്പോൾ ഗു ഷീഷിന്റെ ബോഡിയിലേക്ക് ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഒരു ഗാർഡനർ അയാളുടെ ഡിവൈൻ സെൻസിനെ ഉപയോഗിച്ച് ഗു ഷീഷിന്റെ ബോഡി നിയന്ത്രിച്ചിരുന്നു. ഗുഷീഷിനെ കൊന്നതും അയാൾ ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചാണ്. ശരിക്കും അങ്ങനെ വിദൂരതയിലേക്ക് ഡിവൈൻ സെൻസ് അയക്കാൻ പറ്റുമോ? മാർക്ക് ഫെല്ലർ ആ ചോദ്യം ചോദിച്ചപ്പോൾ മീശ അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ ചോദ്യത്തിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് എനിക്ക് അറിയാമോ എന്നാണ്. എനിക്കറിയാം. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലെ ആ ഹൈറപ്സിൽ ഒരാള് അയാളുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഗുഷീഷിനെ നിയന്ത്രിച്ചത് നടക്കുന്ന ഒരു കാര്യമാണോ എന്നാണ്. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നാണ് നിനക്ക് അറിയേണ്ടത്. അത് രണ്ടും പറ്റും. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് വന്നാൽ അത് ശരിക്കും ഒരു രഹസ്യ സങ്കേതമാണെന്ന് പറയാം. ഭൂമിയും നക്ഷത്ര ലോകവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലാണ്. നക്ഷത്ര ലോകവും, അതെ മാർക്ക്, നക്ഷത്ര ലോകം. നമ്മള് കോടാനുകൂടി നക്ഷത്രങ്ങളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. നിനക്കറിയാം, സൂര്യൻ ഒരു നക്ഷത്രമാണ്. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗോളം മാത്രമാണ് നമ്മുടെ ഈ ഭൂമി. ഇതുപോലെ കോടിക്കണക്കിന് സൂര്യന്മാരും കോടിക്കണക്കിന് ഭൂമികളുമുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യരും ജീവജാലങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ലോകത്തെയാണ് നമ്മൾ പൊതുവെ നക്ഷത്ര ലോകം എന്ന് വിളിക്കുക. ആ നക്ഷത്ര ലോകത്തേക്ക് ഈ ഭൂമിയിൽ നിന്ന് ആർക്കെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ നക്ഷത്ര ലോകത്തിൽ നിന്ന് ആർക്കെങ്കിലും ഭൂമിയിലേക്ക് വരണമെങ്കിൽ അതിനൊരു പാത്ത് വേണം. ആ പാത്ത് ശരിക്കും ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡുമായി കണക്റ്റഡ് ആണ്. സീസർ പറഞ്ഞ അതേ കഥ തന്നെയാണ് ഇവിടെ മീശയും പറയുന്നത്. മീശ പറഞ്ഞ ആ കഥ കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല മീശ, ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ കഴിയുമെന്ന് ഇമോട്ടോക്രൈൻ എന്നോട് പറഞ്ഞു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഈ നക്ഷത്ര ലോകമെന്ന്. ആ നക്ഷത്ര ലോകം ശരിക്കും വിശാലമാണ്. അതിലൊരു മേഖലയെ നമ്മൾ വിളിക്കുക ഹോളി റീജിയൻ എന്നാണ്. ഭൂമിയിലുള്ള ഹെവൻ എന്നൊക്കെ വിളിക്കും, സ്വർഗം എന്ന് വിളിക്കും. ആ ഹോളി റീജിയനിൽ ഒരുപാട് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്. അത്തരത്തിലുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്ന് ബ്ലാക്ക് കുടുംബമാണ്. ആ ബ്ലാക്ക് കുടുംബത്തിലേക്കും ശരിക്കും ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലെ ആ പാത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അവിടെ ഉള്ളത് ശരിക്കും ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. ആളുകളെയും വസ്തുക്കളെയും റേഡിയോ തരംഗങ്ങളാക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. മീശ മാർക്കിന് മനസ്സിലാകുന്ന ശൈലിയിൽ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന്റെ ഒരു സംവിധാനം അവതരിപ്പിക്കുകയാണ്. ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തെക്കുറിച്ച് മാർക്കിന് നേരത്തെ തന്നെ അറിയാം. മാർക്ക് ആ ഇമോട്ടർ സ്ലിംഗ് സെക്ഷനകത്ത് പെട്ടുപോയപ്പോൾ മാർക്കിനെ രക്ഷിക്കാനായി ആ ഇമോട്ടർ സ്ലിംഗ് സെക്ഷനകത്തെത്തിയ മീശ ഉപയോഗിച്ചത് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. അതേ പ്ലാറ്റ്ഫോമിലൂടെയാണ് മാർക്കിനെ അയാൾ രക്ഷിച്ചുകൊണ്ട് പോയത്. അതുപോലെ ആ മൈനിങ് നടന്ന സ്ഥലത്ത് നിന്ന് അവിടെയുള്ള സ്റ്റോറുകളിലേക്ക് അടിച്ചു മാറ്റി മാർക്കിനെയും കൊണ്ട് മീശ രക്ഷപ്പെട്ടതും ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴിയാണ്. വളരെ വിദൂരതയിലേക്ക് ആളുകളെ പ്രകാശ വേഗതയിലോ ശബ്ദ വേഗതയിലോ സഞ്ചരിപ്പിക്കുവാൻ ആ പ്ലാറ്റ്ഫോമിന് കഴിയും. അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് മാർക്ക്. അതുകൊണ്ട് തന്നെ മീശ പറഞ്ഞ കാര്യത്തിൽ
ഒരു വാസ്തവമുണ്ടെന്നൊരു തോന്നൽ മാർക്കിനുണ്ടായി. മീശ ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, ഈ ബ്ലാക്ക് കുടുംബം അതിശക്തമാണോ? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഹോളി റീജിയനിലെ ഏറ്റവും ശക്തരായ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്ന് ബ്ലാക്ക് കുടുംബമാണെന്ന്. ആ ബ്ലാക്ക് കുടുംബത്തിലാണ് നിന്റെ എമിലി ബ്ലാക്ക് ഉള്ളത്. നിന്റെ സുന്ദരിക്ക് ഒരു പ്രത്യേകത ഉള്ള കാര്യം നിനക്കറിയാം. അവളുടെ ബ്ലഡ് ലൈൻ ആണ് അവളുടെ പ്രത്യേകത. അവളുടെ ശരീരത്തിൽ മാത്രമുള്ള ആ രക്തം, അത് ആ കുടുംബത്തിൽ അവൾക്ക് വല്ലാത്ത അപ്രമാദിത്യം ഉണ്ടാക്കും. അവൾ ശരിക്കും ഇപ്പോ ആ കുടുംബത്തിലെ രാജകുമാരിയായിരിക്കും. നീ വിചാരിക്കുന്ന ഒരു സ്ഥലത്തല്ല നിന്റെ ആ സുന്ദരി ഉള്ളത്. നിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ഹോളി റീജിയനിൽ എല്ലാ മനുഷ്യരും മാർഷൽ സെയിന്റ് ആകുന്നത് ഏകദേശം 13-14 വയസ്സാകുമ്പോഴാണ്. എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്ടിസ്റ്റുകളായ ആളുകളൊക്കെയും മാർഷൽ സെയിന്റ് ആകുന്ന സമയം 13-14 വയസ്സാണ്. അത് കേട്ട മാർക്ക് എന്താണ് കിളി പോയതുപോലെ മീശയെ നോക്കിയാണ്. മാർക്കാണ് ശരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയിൽ മാർഷൽ സെയിന്റ് ആയ വ്യക്തി. മാർക്ക് മാർഷൽ ആർട്ടിസ്റ്റ് ആകാനായി ശ്രമം തുടങ്ങിയിട്ട് 3 വർഷമൊക്കെ ആവത്തുള്ളൂ. 3 വർഷം കൊണ്ട് തന്നെ മാർക്ക് മാർഷൽ സെയിന്റ് ആയി. മാർക്കിന്റെ പരിചയക്കാരൊക്കെയും മാർഷൽ സെയിന്റ് ആയിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ്. എന്നാൽ ഹോളി റീജിയനിൽ കൊച്ചുകുട്ടികൾ പോലും മാർഷൽ സെയിന്റ് ആണ്. അത് കേട്ടപ്പോ മാർക്ക് മീശയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മീശയോടായി മാർക്ക് ചോദിച്ചു, മീശ, സത്യം പറ, നിങ്ങൾ ഈ നക്ഷത്ര ലോകത്തിൽ നിന്ന് ഇവിടെ വന്ന ആളല്ലേ? മാർക്ക്, നീ ചോദിച്ചത് ശരിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള ആളേ അല്ല. ഞാൻ വന്നത് മറ്റൊരു ലോകത്തു നിന്ന് തന്നെയാണ്. മീശ, നിങ്ങളുടെ യഥാർത്ഥ ബോഡിയാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് മാർക്ക് ആ ചോദ്യം ചോദിച്ചത്. മാർക്ക്, നീ ശരിക്കും ഒരു ജീനിയസ് ആണ്. നീ അതും തിരിച്ചറിഞ്ഞു. ഇതെന്റെ യഥാർത്ഥ ബോഡിയേ അല്ല, എൻ്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബോഡിയിലുള്ളത്. മീശ, നിങ്ങളുടെ യഥാർത്ഥ ബോഡി എവിടെയുണ്ട്? മാർക്ക്, എൻ്റെ യഥാർത്ഥ ബോഡി നശിപ്പിക്കപ്പെട്ടു. നശിപ്പിക്കപ്പെട്ടെന്നോ? എങ്ങനെ? മാർക്ക്, നിനക്കറിയാമല്ലോ എൻ്റെ ജോലി എന്താണെന്ന്. ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്. മൂല്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന സാധനങ്ങൾ കുഴിച്ചെടുക്കുന്നതാണ് എൻ്റെ ജോലി. അങ്ങനെ കുഴിച്ചെടുക്കുന്ന പ്രക്രിയ നടക്കുന്നതിനിടയിൽ ഞാൻ ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബമായി ഒന്ന് ഉടക്കി. ആ നക്ഷത്ര ലോകം മുഴുവൻ അവരെന്നെ ഇട്ട് ഓടിച്ചു. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് ഡിവൈൻ സെൻസിന്റെ ഒരു ഭാഗവുമായി ഭൂമിയിലേക്ക് ചാടുകയായിരുന്നു. മീശ അത് പറഞ്ഞപ്പോൾ മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ ആളുകളെ ഓട്ടിച്ചത്? മാർക്ക്, ആർക്കിയോളജി എന്ന് പറയുമ്പോൾ കുഴിക്കലാണല്ലോ. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിങ്ങൾ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബക്കാരുടെ കല്ലറ തുറന്നു അല്ലേ? മീശയുടെ അനവധി പണികളിൽ ഒന്ന് ഈ കല്ലറയ്ക്കകത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളതാണ്. പല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവരടക്കുന്നത് സകല സംവിധാനങ്ങളും ഉപയോഗിച്ചാണ്. സ്വർണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആ കല്ലറയ്ക്കകത്ത് വെക്കുന്നൊരു പതിവ് ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കുണ്ട്, രാജകുടുംബങ്ങൾക്കുണ്ട്. നമ്മൾ ഈജിപ്തിലൊക്കെ കാണുന്ന അതേ ശൈലിയിൽ പലയിടത്തും പല കാര്യങ്ങളും വെച്ചുകൂട്ടും. പല മാന്ത്രിക ആയുധങ്ങളും ആ കൂട്ടത്തിലുണ്ടാവും. അതൊക്കെ തുറന്നെടുക്കാൻ വേണ്ടിയാണ് മീശ ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിന്റെ കല്ലറയ്ക്കകത്തേക്ക് കയറിയത്. അത് കൈയോടെ പിടികൂടപ്പെട്ടപ്പോഴാണ് മീശ ജീവനും കൊണ്ട് ഓടിയത്. മീശയുടെ കഥ മാർക്കിന് മനസ്സിലായി. മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, എന്തേ നിങ്ങള് ഭൂമി തന്നെ തിരഞ്ഞെടുത്തത്? ഈ പ്രപഞ്ചത്തിൽ അനവധി ഗോളങ്ങളുണ്ട്, അത് പലയിടത്തും ജീവനുണ്ടാകും. ആ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഗോളത്തിലേക്ക് പൊയ്ക്കൂടായിരുന്നു എന്നാണ് മാർക്ക് മീശയോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായി മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എല്ലായിടത്തും ഈ ഗാർഡിയൻ ഉണ്ടാകണമെന്നില്ല. ഇവിടെ അതിശക്തനായ ഗാർഡിയൻ ഉണ്ട്. ആ ഗാർഡിയൻ ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ നക്ഷത്ര ലോകത്തു നിന്നുള്ള ആളുകൾ അങ്ങനെ ഭൂമിയിലേക്ക് വരത്തില്ല. മീശ പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ മാർക്കിന് ഒരു കുളിരും അഭിമാനമൊക്കെ തോന്നുകയാണ്. കാരണം ഈ ഭൂമിയുടെ ഗാർഡിയൻ അവന്റെ പിതാവാണെന്നുള്ള കാര്യം അവൻ അറിയാം. നക്ഷത്ര ലോകത്ത് 13-14 വയസ്സാകുമ്പോഴേ ആളുകൾ മാർഷൽ സെയിന്റ് ആകും എന്ന് പറഞ്ഞാൽ അവിടെ അതിശക്തരായ യോദ്ധാക്കൾ ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. ആ അതിശക്തരായ യോദ്ധാക്കൾ മീശയെ ഫോളോ ചെയ്ത് ഭൂമിയിലേക്ക് വരാത്തതിന്റെ കാരണം മാർക്കിന്റെ പിതാവാണ്. അവര് മീശയെ ഫോളോ ചെയ്ത് ഭൂമിയിലെത്തിയാൽ ഗാർഡിയനുമായി ഇടയേണ്ടി വരും. ഗാർഡിയനുമായി ഇടയുമ്പോൾ പരാജയം സുനിശ്ചിതമായതുകൊണ്ടാണ് അവർ വരാത്തത്. പരാജയം സുനിശ്ചിതമാകണമെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഗാർഡിയൻ അവരെക്കാളൊക്കെ ശക്തനായിരിക്കണം. ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ മാർക്ക് അറിയാതെ അവൻ്റെ അച്ഛനെ മനസ്സ് സ്മരിച്ചു പോവുകയാണ്. പെട്ടെന്നാണ് മാർക്കിന്റെ ചിന്തയിൽ മറ്റൊരു കാര്യം വന്നത്. മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഏത് ലെവൽ വരെ എത്തിയിരുന്നു? അത് കേട്ടപ്പം അത് പറയാൻ മീശയ്ക്ക് ഭയങ്കര സന്തോഷം. മാർക്ക്, നിനക്കറിയുമോ, ഞാൻ ശരിക്കും ഒരു ആൾമൈറ്റി ലെവലിലെ മാർഷൽ ആർട്ടിസ്റ്റാണ്.
മാർഷൽ സെയിന്റ് കഴിഞ്ഞ് മൈറ്റി ലെവലും കഴിഞ്ഞാണ് ആൾമൈറ്റി ലെവൽ വരുന്നത്. ആ ആൾമൈറ്റി ലെവലിൽ ഉണ്ടായിരുന്ന മീശയാണ് ആ നക്ഷത്ര ലോകത്തെ മാർഷൽ ആർട്ടിസ്റ്റുകൾ തുരത്തിയത്. മീശയേക്കാൾ ശക്തരായ ആളുകളാകണമല്ലോ മീശയെ തുരത്തുന്നത്. അങ്ങനെ മീശയെ തുരത്തിയ ആളുകൾക്ക് വരെ മാർക്കിന്റെ പിതാവായ ആ ഗാർഡിയന് ഭയമുണ്ടെങ്കിൽ ആ ഗാർഡിയൻ ഏത് ലെവലിലായിരിക്കും? അങ്ങനെ ഒരു ചിന്തയും പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നു. പക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിങ്ങൾ പറയുന്നത് ഉള്ളതാണോ? നിങ്ങളൊരു ആൾമൈറ്റി ലെവലുകാരനാണോ? മാർക്ക് എന്ത് ചോദ്യമായി നീ ചോദിക്കുന്നത്? ഞാൻ എന്തിനാ അക്കാര്യത്തിൽ തമാശ പറയണം? ഞാൻ ഒരു ആൾമൈറ്റി ലെവലാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം തരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മാജിക് ആർട്ടിഫാക്റ്റിൽ നിന്ന് ഒരു പ്രകാശ രശ്മി പുറത്തേക്ക് എടുത്തു. ശരിക്കും ഒരു നൂല് പോലെ ഇരിക്കുന്ന രശ്മിയാണ് പുറത്തേക്ക് വന്നത്. ആ രശ്മി ഇപ്പോൾ അയാളുടെ രണ്ട് കയ്യിലുമായി അങ്ങനെ നിൽക്കുകയാണ്. ആ രശ്മി അയാൾ പെട്ടെന്ന് മാർക്കിന് നേരെ ഒന്ന് ചലിപ്പിച്ചു. ആ രശ്മി പെട്ടെന്ന് ഒരു ബുള്ളറ്റ് പോലെ പാഞ്ഞ് മാർക്കിന്റെ നെറ്റിയിൽ കൊണ്ടു. ആ രശ്മി മാർക്കിന്റെ നെറ്റിൽ കൊണ്ടുവന്ന് മാർക്കിന് തോന്നിയതും മാർക്കൊന്ന് വിറച്ചു. മാർക്കിന് പെട്ടെന്ന് ഒരു ഫീൽ ഉണ്ടായി. മാർക്കിന്റെ ഉള്ളിൽ മറ്റൊരാൾ കൂടിയുണ്ട്. മാർക്കിന്റെ ഉള്ളിൽ ആ ബുദ്ധൂസ് നല്ല ഉറക്കത്തിലാണ്. ഇപ്പോ മാർക്കിന്റെ ഉള്ളിൽ സജീവമായി നിൽക്കുന്ന വ്യക്തി സാക്ഷാൽ മീശയാണ്. മീശയുടെ ഒരു രൂപം മാർക്കിന്റെ ഉള്ളിൽ മാർക്ക് കാണുകയാണ്. ആ രൂപത്തെ തന്നെ മാർക്കിന്റെ ഡിവൈൻ സെൻസ് അങ്ങനെ നോക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് എന്റെ ആ ഡിവൈൻ സെൻസുമായി ഒന്ന് ഫൈറ്റ് ചെയ്യും. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് ഫെല്ലർ മീശയുടെ ഡിവൈൻ സെൻസുമായി ഫൈറ്റ് തുടങ്ങി. മീശയുടെ ഡിവൈൻ സെൻസ് ശരിക്കും ഒരു ആൾമൈറ്റി ലെവലിലെ ഡിവൈൻ സെൻസ് ആണ്. ആ ഡിവൈൻ സെൻസുമായിട്ടാണ് മാർഷൽ സെയിന്റ് ലെവലിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ ഫൈറ്റ് ചെയ്യുന്നത്. ശക്തമായ ഫൈറ്റ്. ആ ഫൈറ്റ് നടക്കുന്നത് ശരിക്കും അവിടെ മനസ്സിനുള്ളിലാണെന്ന് മാത്രം. ശക്തമായ ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് കണ്ട മീശ കൗതുകത്തോടെ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ഫൈറ്റ് തുടങ്ങിയതും മാർക്ക് ഫെല്ലർ കണ്ണടച്ചു. കണ്ണടച്ച് നിൽക്കുന്ന മാർക്ക് ഫെല്ലർ നോക്കിയിട്ട് മീശ വാച്ചിലേക്ക് നോക്കി. മീശയ്ക്ക് അറിയാം പരമാവധി 3 മിനിറ്റ് ഒരു ആൾമൈറ്റി ലെവലിലെ ഫൈറ്റർക്ക് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. 3 മിനിറ്റ് എങ്കിലും മാർക്ക് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മാർക്ക് ശരിക്കൊരു ഒത്ത യോദ്ധാവാണ്. ആ കാര്യം സമ്മതിക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൗതുകത്തോടെ മീശ മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് സമയം അങ്ങനെ പോവുകയാണ്. ശക്തമായൊരു ഫൈറ്റ് മാർക്കിന്റെയും മീശയുടെയും ഡിവൈൻ സെൻസുകൾ തമ്മിൽ നടക്കുന്നു എന്ന് വ്യക്തമാണ്. മീശയുടെ മുഖത്ത് ഒരു കൗതുകവും ഒരു അഭിമാനവും ഒക്കെ ഉണ്ട്. ഇതുവരെ മാർക്ക് ഫെല്ലർ അയാൾക്ക് തൊടാൻ പറ്റാത്ത ഒരു കക്ഷിയാണ്. പക്ഷെ അയാളുടെ യഥാർത്ഥ ശക്തി മാർക്കിന്റെ ശക്തിയേക്കാൾ മുകളിലാണെന്ന് മാർക്കിനെ കാണിച്ചു കൊടുക്കാൻ ഇത് അയാൾക്കൊരു സുവർണ അവസരം കിട്ടിയതാണ്. അതിൻ്റെതായ ഒരു സന്തോഷവും അഭിമാന ബോധവും ഒക്കെ മീശയുടെ മുഖത്തുണ്ട്. മീശ കൗതുകത്തോടെ മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാള് വാച്ചിൽ ഒന്ന് നോക്കി. 2 മിനിറ്റ് കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ ഒന്നുകൂടെ നോക്കി. ഏതാണ്ട് 3 മിനിറ്റ് ആകാറായി. 3 മിനിറ്റ് ആകാറായിട്ടും ഇവൻ കണ്ണു തുറക്കുന്നില്ലല്ലോ. ഇവൻ കൊള്ളാം, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കരുതിയ മീശ അല്പം കഴിഞ്ഞ് പിന്നെയും വാച്ചിൽ നോക്കുമ്പോൾ വാച്ചിലെ സമയം 4 മിനിറ്റാണ്. മാർക്ക് കണ്ണു തുറക്കുന്നില്ല. അത് കണ്ടതും മീശയുടെ മുഖം ഒന്ന് ഇരുണ്ടു. ആൾമൈറ്റി ലെവലിലുള്ള എന്നോട് 4 മിനിറ്റോളം ഈ മാർഷൽ സെയിന്റുകാരൻ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു ചോദ്യമാണ് മീശയുടെ മനസ്സിൽ വരുന്നത്. മീശ കൗതുകപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വാച്ച് നോക്കി തുടങ്ങി. 5 മിനിറ്റായി, 6ആയി, 7ആയി, 8ആയി, 10ആയി. മീശ ശരിക്കും വേർത്തു തുടങ്ങി. ഇതെന്താ സംഭവം? ഇത്ര നേരമായിട്ടും ഇവൻ കണ്ണുറക്കാത്തത്? അങ്ങനെ അയാൾ കൂടെ വാച്ച് നോക്കുകയും മാർക്കിനെ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ മാർക്ക് കണ്ണു തുറന്നു. ആ സമയത്ത് മീശ ആ വാച്ചിൽ ആ സമയം കണ്ടു. 17 മിനിറ്റ്. മാർക്ക് കണ്ണു തുറന്നിട്ട് ശരിക്കും ആവേശത്തോട് മീശയോട് പറഞ്ഞു, എന്താ സംഭവം? മീശ, നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ. അങ്ങനെ മാർക്ക് പറയുമ്പോൾ മീശയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. മീശ ലേശം കലിപ്പോടെ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാർക്ക്, നീ എങ്ങനെയാ ഇത്ര നേരം പിടിച്ചിരുന്നത്? മീശ, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്? ഒരു ആൾമൈറ്റി ലെവലിനോട് ഇത്ര നേരം പിടിച്ചിരുന്നതിൽ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? മാർക്ക്, അതങ്ങനെയൊന്നും പറ്റത്തില്ല. ഒരു മാർഷൽ സെയിന്റ് എങ്ങനെയാ ആൾമൈറ്റി ലെവലുകാരനോട് ഇത്ര നേരം പിടിച്ചിരിക്കുന്നത്? ഡിവൈൻ സെൻസുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നെങ്കിലും ശക്തി തന്നെയാണല്ലോ. അതാണ് മീശയെ കുഴക്കിയ കാര്യം. മാർക്കിന്റെ ഡിവൈൻ സെൻസും മീശയുടെ ഡിവൈൻ സെൻസും തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് മാർക്ക് മീശയോട് സംസാരിച്ചപ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഇവിടേക്ക് ഒന്ന് അരിച്ചു പറയട്ടെ. മീശ, ഞങ്ങൾ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കിയതാണ്. ഇവിടെയൊന്നും ഒന്നുമില്ല. മാർക്ക്, നീ എന്നെ വീണ്ടും വില കുറച്ച് കാണുകയാണ്. ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. ഞാൻ ഇവിടെ ഒന്നുകൂടെ അരിച്ചു പറക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മീശ മാർക്കിനടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. മീശ ആ സെക്കൻഡ് മിസ്റ്റിക് വേർഡിൽ അയാൾക്ക് വേണ്ട കാര്യം കണ്ടുപിടിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനത്തിലാണ്. മീശ ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ അരിച്ചു പറക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ആ സെക്കൻഡ് മിസ്റ്റിക് വേർഡിലെ ഓരോ ബിൽഡിങ്ങും
ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ്. അവിടെ ആ ബിൽഡിംഗ് ഒക്കെ പരിശോധിച്ച മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ കോമ്പൗണ്ടിനകത്തേക്ക് ഇറങ്ങി. മാർക്ക് നടന്നെത്തിയത് ആ സ്ക്രിപ്ചർ ലൈബ്രറിയിലേക്കാണ്. നേരത്തെ ഒരു തവണ ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ മാർക്ക് കയറിയിട്ടുണ്ട്. അന്ന് പക്ഷേ അവിടെ മാർക്കിനും കൂട്ടർക്കും കഴിച്ചുകൂട്ടാനുള്ള സമയം തീരുമാനിച്ചത് ഷിയ ഹാങ് ആണ്. ഷിയ ഹാങ് അന്ന് ആ തീരുമാനം എടുത്തത് തന്നെ ഗൂഷിങ്ങുമായിട്ട് ഉടക്കിന് ശേഷമാണ്. ഗൂഷിങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചുമതല ഏറ്റെടുക്കാൻ വന്ന ആ ദിവസമാണ് മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്ചർ ലൈബ്രറി കയറിയത്. ഇപ്പോ മാർക്കിനെ തടുക്കാൻ ആരുമില്ല. മാർക്ക് ആ സ്ക്രിപ്ചർ ലൈബ്രറിക്ക് അകത്തേക്ക് കടന്നു. ലൈബ്രറിക്ക് അകത്തേക്ക് കിടന്ന മാർക്ക് ഫെല്ലർ നേരെ എത്തിയത് ആ 4ാം നിലയിലാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ കുറിച്ചും മിസ്റ്റിക് വേൾഡുകളെ കുറിച്ചും ഒരുപാട് ഇൻഫർമേഷൻ അവിടെ ഉണ്ടെന്ന് മാർക്കിന് നേരത്തെ തന്നെ അറിയാം. നേരത്തെ തവണ മാർക്ക് അവിടെ കയറിയത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചരിത്രത്തെക്കുറിച്ചും അവന്റെ അച്ഛനെക്കുറിച്ചും അറിയാനാണ്. അതോടൊപ്പം ആ മാസ്ക് വെച്ച സ്ത്രീയെക്കുറിച്ച് അറിയാന്നുള്ളതും മാർക്കിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മാർക്ക് അത്തരത്തിലുള്ള പുസ്തകം മാത്രമാണ് എടുത്തതും വായിച്ചത്. ഇന്നിപ്പോ മാർക്കിന്റെ ലക്ഷ്യം ഒന്ന് മാറിയിരിക്കുകയാണ്. മാർക്കിനെ മീശ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നാണ് അറിയേണ്ടത്. മീശ ഒരു നക്ഷത്ര ലോകത്തെക്കുറിച്ചും ബ്ലാക്ക് കുടുംബത്തിന്റെ ആ വേൾഡിനെ കുറിച്ചൊക്കെ മാർക്കിനോട് പറഞ്ഞതാണ്. അത് ശരിയാണോ എന്നറിയാൻ മാർക്കിന് ഒരു ആഗ്രഹം. മാർക്ക് ആ 4ാമത്തെ നിലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം കണ്ടു. ഒരു വലിയ ബുക്കാണ്. ആ പുസ്തകം ഒരു ദിവസം കൊണ്ടൊന്നും വായിച്ചു തീരത്തില്ല. ആ പുസ്തകം വായിച്ചു തീർക്കാൻ ഒരു 3-4 ആഴ്ചയെങ്കിലും വേണമെന്ന് ആ പുസ്തകത്തിന്റെ വലിപ്പം കണ്ടപ്പോഴേ മാർക്കിന് മനസ്സിലായി. ഒരു വലിയ പുസ്തകമാണ്. ശരിക്കും ഒത്തിരിയേറെ പേജിലുള്ള ആ പുസ്തകം വായിക്കാൻ എടുത്ത മാർക്ക് ആ പുസ്തകത്തിനകത്തേക്ക് തന്നെ അങ്ങ് ലയിച്ചു ചേരുകയാണ്. അതിൽ കാണുന്ന കാര്യങ്ങൾ, മീശ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കുന്നവയാണ്. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉണ്ടെന്നും ആ ഗാലക്സികളിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടെന്നും അവയുമായി കണക്ട് ചെയ്ത് ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടെന്നൊക്കെ വിശദമായി ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുകയാണ്. ജീവജാലങ്ങൾ പലയിടത്തുമുണ്ട്. ആ ജീവജാലങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാർക്ക് ഫെല്ലർ വളരെ കൗതുകത്തോടെ അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് ഹോളി റീജിയനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ കണ്ടത്. നക്ഷത്ര ലോകമെന്ന് മീശ പറഞ്ഞ ആ ഹോളി റീജിയനിൽ അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നും അവരിൽ പലരും ട്രിബുലേഷൻ ലെവൽ വരെ എത്തിയവരാണെന്നൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ അവസാന ലെവലിനെയാണ് ട്രിബുലേഷൻ എന്ന് പറയുക. അതിന് മുകളിലേക്ക് ഒന്നുമില്ല. ആ ട്രിബുലേഷൻ ലെവലിൽ എത്തിയ യോദ്ധാക്കൾ ശരിക്കും സങ്കല്പിക്കാനാവാത്ത വിധം പവർഫുൾ ആണ്. അവർക്ക് എന്തും കഴിയും. ആ ശൈലിയിലുള്ള യോദ്ധാക്കൾ വരെ ഈ യൂണിവേഴ്സിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. മാർക്ക് ആ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ സമയം ഇങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് 3 ദിവസം അങ്ങ് കടന്നുപോയത്. മാർക്ക് ഫെല്ലർ ആ പുസ്തകത്തിന്റെ ഏകദേശം പകുതി ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ വായന നിർത്തിയിട്ട് ലൈബ്രറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. മാർക്ക് താഴെ എത്തിയപ്പോ മാർക്കിനെ കാത്ത് സാക്ഷൽ യാവോമിങ് നിൽക്കുകയാണ്. യാവോ, നീ എപ്പോഴാ വന്നത്? അങ്ങനെ ചോദിച്ച മാർക്ക് പെട്ടെന്ന് യാവോയുടെ അടുത്ത ചോദ്യം ചോദിച്ചു. യാവോ, നീ മാർഷൽ സെയിന്റ് ആയല്ലേ? മാർക്ക്, ഞാൻ മാത്രമല്ല, നമുക്കൊപ്പമുള്ള ആ സുഹൃത്തുക്കളൊക്കെയും ഇപ്പോ മാർഷൽ സെയിന്റ് ആയിക്കഴിഞ്ഞു. യാവോ, അതൊരു വലിയ കാര്യമാണല്ലോ. മാർക്ക്, ഞാൻ നിന്നെ കാണാൻ വന്നത് ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനാണ്. എന്ത് കാര്യം സംസാരിക്കാനാണ് യാവോ നീ വന്നത്? മാർക്ക്, നീ കയറി ഇരുന്ന ലൈബ്രറിയിൽ ഞാൻ പലതവണ കയറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. നീ വായിച്ചറിഞ്ഞ ഹോളി റീജിയൻ എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഹോളി റീജിയനിൽ ബ്ലാക്ക് കുടുംബത്തിന് ഒരു വേൾഡ് ഉള്ള കാര്യം എനിക്കറിയാം. ആ ബ്ലാക്ക് കുടുംബത്തിലേക്കല്ലേ നിന്റെ എമിലി ബ്ലാക്ക് പോയിരിക്കുന്നത്? മാർക്ക് ഫെല്ലറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് യാവോ ആ ചോദ്യം ചോദിച്ചത്. യാവോ, നിനക്കിതെങ്ങനെ അറിയാം? മാർക്ക്, ഞാനും ആ പുസ്തകം വായിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യാവോ അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്കുമായി പങ്കുവച്ചപ്പോൾ മാർക്ക് വായിച്ച കാര്യങ്ങളും യാവോ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. നക്ഷത്ര ലോകം എന്നൊരു സംഭവം ഉണ്ടെന്നും അവിടെ അനവധി റീജിയനുകൾ ഉണ്ടെന്നും അതിൽ ഒരു റീജിയൻ ഹോളി റീജിയൻ ആണെന്നും ആ ഹോളി റീജിയനിലെ അതിശക്തമായ അരിസ്റ്റോക്രാറ്റിക് കുടുംബമാണ് ബ്ലാക്ക് കുടുംബവും എന്നാണ് ഇപ്പോൾ മാർക്കും യാവോവും കൂടി സംസാരിച്ചപ്പോൾ ഏതാണ്ട് ബോധ്യമായത്. മീശ പറഞ്ഞതും അത് തന്നെയാണ്. സീസർ പറഞ്ഞതും ഏകദേശം അത് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഏകദേശം ഒരേ കാര്യമാണ്. യാവോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ കൈ അറിയാതെ മാർക്കിന്റെ കഴുത്തുള്ള ആ ലോക്കറ്റിലേക്ക് വന്നു. മാർക്ക് ആ ലോക്കറ്റിൽ വളരെ കൗതുകപൂർവ്വം തലോടുന്നു കണ്ടതും യാവോ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അത് എമിലി നൽകിയതാണല്ലേ? യാവോ, നിനക്കെങ്ങനെ മനസ്സിലായി? മാർക്ക്, നീ ആ ലോക്കറ്റ് പരിപാലിക്കുന്ന കണ്ടാൽ ആർക്കും അത് മനസ്സിലാവും. നിന്റെ പ്രാണപ്രേയസി നിനക്ക് നൽകിയ സമ്മാനം അതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. യാവോ എങ്ങനെ മാർക്കിന്റെ മനസ്സ് മനസ്സിലാക്കും?
യാവോമെങ്ങിന് മാർക്കിന്റെ മനസ്സിലാകുമെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്ക് ചിരിച്ചുകൊണ്ട് യാവോട് പറഞ്ഞു, യാവോ, നമ്മുടെ ആളുകളേക്ക് ഒന്ന് നീ കോണ്ടാക്ട് ചെയ്യണം. എന്തിനാ മാർക്ക്? യാവോ, ഈ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ കീഴിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാർക്ക് എന്താ ഈ പറയുന്നത്? ഈ സ്വത്തുക്കൾ പൂർണ്ണമായും മാർക്കിന് മാത്രം അവകാശപ്പെട്ടതല്ലേ? മാർക്കല്ലേ ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ പരാജയപ്പെടുത്തി ഈ സ്വത്തുക്കളും അധികാരവും നേടിയത്? അത് മാർക്കിന് സ്വന്തമല്ലേ? യാവോ വീണ്ടും അങ്ങനെ ചോദിച്ചതും മാർക്ക് യാവോട് പറഞ്ഞു, യാവോ, ഞാൻ ഈ ഫൈറ്റ് ചെയ്തതൊക്കെ ഇതെല്ലാം എനിക്ക് നേടാൻ വേണ്ടിയാണെന്ന് നീ കരുതുന്നുണ്ടോ? ആ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. മാർക്ക് അങ്ങനെ ചോദിച്ചതും യാവോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം നിന്നെപ്പോലൊരാള് വേറെ ഉണ്ടാകില്ല. സ്വയം നേടിയ ഈ സ്വത്തുക്കൾ മറ്റുള്ളവരായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നീ കാണിക്കുന്ന ഈ ആഗ്രഹം അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഏതായാലും മാർക്ക്, നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരെയും കാണാം. അങ്ങനെ പറഞ്ഞിട്ട് യാവോ യാത്രയായി. അല്പസമയം കഴിഞ്ഞതും ജിയാങ് ഹി അവിടേക്ക് വന്നു. മാർക്കിനെ കാണാൻ വന്ന ജിയാങ് ഹി വന്നോടും തന്നെ ഒരു ലെറ്റർ മാർക്കിന് കൊടുത്തു. മാർക്ക് ആ ലെറ്റർ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഇൻവിറ്റേഷനാണ്. പിറ്റേ ദിവസം ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ മെയിൻ ഹാളിൽ ഒരു മീറ്റിംഗ് സർക്കാർ വിളിച്ചിരിക്കുകയാണ്. സർക്കാരിന് വേണ്ടി സെക്രട്ടറി ഷൂ ലീപ്പിംഗ് ആണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. എല്ലാ മിസ്റ്റിക് വേൾഡുകളുടെയും പ്രതിനിധികളെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. മാർക്കിനെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ലെറ്റർ വായിച്ച മാർക്ക് ജിയാങ് ഹിയോട് പറഞ്ഞു, സീനിയർ, ഇതിലൊക്കെ എന്നെ എന്തിനാ വിളിക്കുന്നത്? മാർക്ക്, ലീപ്പിംഗ് നിർബന്ധപൂർവ്വം നിന്നെ വിളിച്ച സ്ഥിതിക്ക് നീ ചെല്ലണം. ജിയാങ് ഹി പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്ന് മാർക്കിനും അറിയാം. പിറ്റേ ദിവസം മാർക്ക് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ആ ജിങ്ദു മാർഷൽസ് അസോസിയേഷനിലേക്ക് എത്തി. മാർക്ക് ആ കോൺഫറൻസ് ഹാളിന് അടുത്തേക്ക് വരുമ്പോൾ മാർക്കിനെ കണ്ട് ആദ്യം ഓടിയെത്തിയത് സാക്ഷാൽ കോങ് യാനിക്കാണ്. കോങ് വല്ലാത്ത സന്തോഷത്തിലാണ്. മാർക്ക്, ഞാനും മാർഷൽ സെയിന്റായി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കോങ് യാനിക് ഓടി വന്നത്. കോങ് യാനിക്കിന്റെ തൊട്ടുപുറകെ ചൂ ഹെഡും യുവാൻ ഷോയും യാവോമെങ്ങും ഒക്കെ ഓടിയെത്തുകയാണ്. പെട്ടെന്നാണ് വേറൊരാൾ ഓടി വന്നത്. മാർക്കിനേക്കാൾ ശരീരമുള്ള ചാങ് മാങ് ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടുള്ള ചാങ് മാങ്ങിന്റെ കെട്ടിപ്പിടുത്തം ശരിക്കും ഒരു സഹോദരനെ കെട്ടിപ്പിടിക്കുന്ന അതേ ആവേശത്തോടുകൂടിയാണ്. മാർക്കിനും ചാങ് മാങ്ങിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. മാർക്ക്, എനിക്ക് ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് മാർക്ക് ആക്രമിക്കുമ്പോൾ മാർക്കിനൊപ്പം നിൽക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യുന്ന സമയമായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഒറ്റ ശ്വാസത്തിൽ ചാങ് മാങ് അത് പറഞ്ഞതും കോങ് യാനിക്കും കൂടെയുള്ള ആളുകളൊക്കെ അതേ വാചകം മാർക്കിനോട് പറഞ്ഞു. അതെ മാർക്ക്, ഞങ്ങൾക്കൊക്കെ മാർക്കിനോടൊപ്പം നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആ ആളുകൾക്കൊക്കെ മാർക്കിനോട് വല്ലാത്ത സൗഹൃദം. മാർക്ക് എടുത്ത ഇനിഷ്യേറ്റീവ് കൊണ്ട് മാത്രമാണ് ഈ ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ ഈ ശൈലിയിൽ പൊളിക്കപ്പെട്ടത്. ഇനി അതിനൊരു പുനർജീവിതം ഉണ്ടാവണം, അതിനൊരു ലക്ഷ്യവും അതിനൊരു നേതാവും ഒക്കെ ഉണ്ടാവണം. അതിനെക്കുറിച്ച് ആലോചിക്കാനായിരിക്കും ഷൂ ലീപ്പിംഗ് മീറ്റിംഗ് വിളിച്ചതെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ജിനാവോ ബ്ലാക്ക് അങ്ങോട്ടേക്ക് വന്നത്. ജിനാവോ മാർക്കിനടുത്തേക്കാണ് നടന്നു വന്നത്. മാർക്കിനെ കണ്ടതും ജിനാവോ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ സകല സ്വത്തും നീ കൈയടക്കാമെന്നാണോ കരുതുന്നത്? പെട്ടെന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ജിനാവോ ആ ചോദ്യം ചോദിച്ചപ്പോ മാർക്ക് ജിനാവോട് ചോദിച്ചു, അതിന് നീ അല്ല ഞാൻ. മാർക്കിന്റെ ഉത്തരവും വ്യക്തമാണ്. മാർക്ക്, നീ വെറുതെ ഉരുണ്ട് കളിക്കണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് ഈ സകല സ്വത്തുക്കളും സ്വന്തമാക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. മാർക്ക്, അതൊന്നും അനുവദിക്കത്തില്ല. ജിനാവോ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ട് കാലം ഒരുപാടായി. എന്റെ കൈ കൊണ്ട് നീ കൊല്ലപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വരെ സംശയമൊന്നുമില്ല. മാർക്ക്, നീ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം കരുതുകയാണെങ്കിൽ അത് വെറും തോന്നലാണ്. ജിനാവോ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഒരൊറ്റയാടി. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ജിനാവോയുടെ കവിളിൽ മാർക്ക് ഒന്ന് പറ്റിച്ചതും കൂടെയുള്ള ആ മാർക്കിന്റെ സുഹൃത്തുക്കൾ പോലും ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ മാർക്ക് ജിനാവോയ്ക്കിട്ട് ഒന്ന് പറ്റിച്ചു. അടിയേറ്റ് ജിനാവും ശരിക്കും ഒന്ന് പതറി. അവൻ ശരിക്കും വിളറിയെന്ന് പറയാം. ഒത്തിരി ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ അവനെ പരസ്യമായി മാർക്ക് കവിളിൽ അങ്ങനെ അടിക്കുമെന്ന് അവൻ കരുതിയിരുന്നേയില്ല. ജിനാവോ പെട്ടെന്ന് മാർക്കിനോട് ചൂടായി സംസാരിക്കാൻ തുടങ്ങിയതും ഒരു ശബ്ദം അവർ തേടി വന്നു. എന്താ അവിടെ? ആ ശബ്ദത്തിൻ്റെ ഉടമയെ എല്ലാവർക്കും അറിയാം. അത് ഷൂ ലീപ്പിംഗ് ആണ്, പാർട്ടി സെക്രട്ടറി. ഷൂ ലീപ്പിംഗ് അങ്ങോട്ട് വന്നതും പെട്ടെന്ന് ആ അന്തരീക്ഷം തണുത്തു. ലീപ്പിംഗ് അവരുടെ ഇടയിലേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മാർക്ക്, ബാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷൂ ലീപ്പിംഗ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഷൂ ലീപ്പിങ്ങിനെ കൈകൂപ്പി വണങ്ങി. അതുപോലെ തന്നെ ബാക്കി ഓരോരുത്തരും
അവർക്ക് എല്ലാവർക്കും ഷൂ ലീപ്പിങ്ങിനോട് ഒരു ബഹുമാനം ഉള്ളിലുണ്ട്. ആ ടീം ഒന്നടങ്കം ആ ഹാളിനകത്തേക്ക് കടന്നു. ആ ഹാളിനകത്തേക്ക് കടക്കുമ്പോൾ മാർക്ക് മറ്റൊരു കാഴ്ച കണ്ടു. വിവിധ മിസ്റ്റിക് വേൾഡുകളെ പ്രതിനിധീകരിച്ചുള്ള കുറെ ആളുകൾ കൂടി അതിനകത്തുണ്ട്. മിസ്റ്റിക് വേൾഡുകളുടെ തലവന്മാരാണ് നിരന്നിരിക്കുന്നത്. മാർക്ക് മനഃപൂർവ്വം ജിന്യാവുയുടെ തൊട്ടടുത്ത സീറ്റ് വന്നിരുന്നു. മാർക്കിന്റെ വലതുവശത്താണ് ഇപ്പം ജിന്യാവു. മാർക്കിന്റെ ഇടതുവശത്ത് ഒരു ചെറുപ്പക്കാരനായിരിക്കുന്നത്. മാർക്ക് അവിടെ ഇരുന്നതും ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഇപ്പോൾ ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡും ജിങ്ദു മാർഷൽസ് അസോസിയേഷനും ഒക്കെ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ, ഈ സ്വത്തുക്കളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? തികച്ചും അപ്രതീക്ഷിതമായിട്ട് ആ ചോദ്യം ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഞാനേ ആദ്യം നിന്നെങ്ങ് കൊല്ലും, പിന്നെ ഈ ചോദ്യം ആരും ചോദിക്കില്ലല്ലോ. മാർക്ക് വളരെ കൂളായി ആ മറുപടി പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒന്ന് വിരട്ടു. അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല എന്ന് വ്യക്തമാണ്. പതറിപ്പോയ അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ വെറുതെ ആളുകൾ പറയുന്ന ഈ ചോദ്യം നോക്ക്, ആളുകൾക്ക് പലതും പറയാം. ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ഷൂ ലീപ്പിംഗ് എല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങി. സുഹൃത്തുക്കളെ, കാലങ്ങളായി ഈ പൈറോയെ മുന്നോട്ട് നയിച്ച ഒരു ഓർഗനൈസേഷനാണ് ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ. ഈ ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ കുറിച്ച് സർക്കാരിന് ഒരുപാട് പരാതികൾ കാലാകാലങ്ങളിൽ ലഭിച്ചിരുന്നു. ആ പരാതികളിൽ ആവശ്യാനുസരണം നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. മാർഷൽ ആർട്സ് മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം നയപരമായി ഞങ്ങൾ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത്. അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും നയം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പുതിയ ഒരു ടീം വരണം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ടീം ചെയ്തതുപോലെ ആകരുത് പുതിയ ടീം കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യങ്ങൾ സുതാര്യമായിരിക്കണം. ഈ പൈറോയിലെ മാർഷൽ ആർട്സ് മേഖലയിൽ ഇടപെടുന്ന എല്ലാവർക്കും ഒരേപോലെ അവസരം ലഭിക്കുന്നതാകണം പുതിയ ടീമിന്റെ നയം. ഷൂ ലീപ്പിംഗ് ഗവൺമെന്റിന്റെ മനസ്സിലുള്ള കാര്യം അതുപോലെ പറയുകയാണ്. എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന, ഈക്വൽ റിസോഴ്സസ് ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഒരു സമിതി വേണം. ആ സമിതിയെക്കുറിച്ചാണ് ഷൂ ലീപ്പിംഗ് സംസാരിക്കുന്നത്. അങ്ങനെ ഷൂ ലീപ്പിംഗ് പറഞ്ഞതും ജിനേവോ ബ്ലാക്ക് ഉറക്കെ പറഞ്ഞു, ആ സമിതിക്ക് ഒരു നേതാവ് വേണ്ടേ? ആ നേതാവ് ശരിക്കും ശക്തനാകണം, ഒരുപാട് പശ്ചാത്തലമുള്ള ആളുമാകണം. അങ്ങനെ ജിനേവോ പറഞ്ഞതും ജിനേവോ പറഞ്ഞു ഉറപ്പിച്ചു വെച്ചതുപോലെ ആ മിസ്റ്റിക് വേൾഡുകളുടെ ആളുകളും അതേ വാചകം ആവർത്തിച്ചു. അതെ, ശരിക്കും പശ്ചാത്തലമുള്ള ആളായിരിക്കണം ഈ സംഘടനയെ നയിക്കേണ്ടത്. അവരുടെയൊക്കെ മനസ്സിൽ എന്തോ ഒരു കരടുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അവരുടെ ആ വാക്കുകൾ പ്രതിഫലിക്കുകയാണ്. ആ മിസ്റ്റിക് വേൾഡുകാർ അങ്ങനെ പറഞ്ഞതും യാവോമിൻ ഉറക്കെ പറഞ്ഞു, ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്തുള്ള പശ്ചാത്തലമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചിന്ത, എല്ലാവരെയും തുല്യതയിൽ കാണാനുള്ള മനോഭാവം, ഇത് രണ്ടുമുള്ള ഒരാളാകണം നമ്മളെ നയിക്കേണ്ടത്. യാവോമിൻ അങ്ങനെ പറഞ്ഞതും കോങ് എനിക്ക് ഉറക്കെ പറഞ്ഞു, അതെ, അതാണ് അതിന്റെ ശരി. നയിക്കുന്ന ആള് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാകണം. നേതൃത്വത്തെ പോലെ തട്ടുകളാക്കി ആളുകളെ തിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകാനേ പാടില്ല. ആളുകൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതും ഷൂ ലീപ്പിംഗ് മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക് ഫെല്ലർ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സർ, എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. മാർക്ക് ഫെല്ലർ, അങ്ങനെയല്ല. ഇന്ന് ഈ പൈറോയിൽ മാർഷൽ ആർട്സ് മേഖലയിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മിസ്റ്റർ മാർക്ക് ഫെല്ലറുടേതാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ അഭിപ്രായം പറയണം. ഷൂ ലീപ്പിംഗ് അങ്ങനെ പറഞ്ഞതും മാർക്ക് സീറ്റിൽ നിന്ന് എണീറ്റു. മാർക്ക് എല്ലാവരും നോക്കിയിട്ട് ഷൂ ലീപ്പിങ്ങിനോടായി പറഞ്ഞു, സെക്രട്ടറി പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുതിയ ഭരണസമിതി എന്തായിരിക്കണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ റിസോഴ്സസ് ആരുടെയും കുത്തകയാക്കി മാറ്റാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. റിസോഴ്സസ് ഉണ്ടെങ്കിലേ ഏതൊരാൾക്കും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മാർഷൽ ആർട്സ് മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും വളരാൻ അത്ലറ്റുകൾക്ക് റിസോഴ്സസ് വേണം, സൗകര്യങ്ങൾ വേണം. അത് ഏത് ഗെയിമിലാണെങ്കിലും ഏത് ആക്ടിവിറ്റിയിലാണെങ്കിലും റിസോഴ്സസ് അനിവാര്യമാണ്. സൗകര്യങ്ങളില്ലാതെ ഒരാളും ഡെവലപ്പ് ആകില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഭരണസമിതി ആ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ഒന്നാകണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഇരുന്നതും ഷൂ ലീപ്പിംഗ് എല്ലാവരും നോക്കി. അതിനുശേഷം ഷൂ ലീപ്പിംഗ് ഉറക്കെ പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഭരണസമിതിയെ നയിക്കാൻ യോഗ്യനായ ആള് മാർക്ക് ഫെല്ലർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം? അങ്ങനെ ഷൂ ലീപ്പിംഗ് ചോദിച്ചതും മാർക്കിന്റെ ഇടതുവശത്തിരിക്കുന്ന ആള് ചാടി എണീറ്റ് ഉറക്കെ പറഞ്ഞു, ഞാൻ അനുകൂലിക്കുന്നു. മാർക്കിന്റെ വിരട്ടൽ അവന്റെ മനസ്സിൽ പതിച്ചിട്ടുണ്ട്. മാർക്കിന് അവനോട് ദേഷ്യം തോന്നാതിരിക്കാൻ ആദ്യമേ തന്നെ അവൻ മാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ. അവന്റെ ആ സപ്പോർട്ടിന് പെട്ടെന്ന് ഫലമുണ്ടായി. പറ ആളുകൾ മാർക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങി. ജിനവോ ബ്ലാക്ക് പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് ആ ടീം എത്തുന്നതായി ജിനോവയ്ക്ക് തോന്നി. ജിനോവോ ഉറക്കെ പറഞ്ഞു, അല്ലെ ഈ മാർക്ക് ഫെല്ലർ ഈ അടുത്ത കാലത്തായി. അത് കേട്ടതും ഷൂ ലീപ്പിംഗ് ജിനോവോട് പറഞ്ഞു, ജിനോവോ, മാർക്ക് ഫെല്ലറെ അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്ന 20 പേരിൽ 18 പേരാണ്. പിന്നെ 2 പേരെ ബാലൻസ് ഉള്ളൂ, മാർക്കും ജിനോവോയും. 18 പേരും മാർക്കിനെ അനുകൂലിക്കുമ്പോൾ ജിനോവോ നീ മാത്രം എതിർത്ത് സംസാരിച്ചാൽ അതെങ്ങനെ ശരിയാകും? പാർട്ടി സെക്രട്ടറി പറയുന്ന ആ വാചകത്തിന്റെ അർത്ഥം ജിനോവോയ്ക്ക് മനസ്സിലാകും. ഭൂരിപക്ഷ അഭിപ്രായത്തെ അംഗീകരിക്കുവാൻ ജിനോവോ നിർബന്ധിതനാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും ജിനോവോ മനസ്സോടെ ഷൂ ലീപ്പിങ്ങിനോട് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ ഞാനും എതിർക്കുന്നില്ല. അങ്ങനെ ജിനോവോ പറഞ്ഞതും മാർക്ക് ഫെല്ലർ എണീറ്റു. സർ, അങ്ങനോട് ക്ഷമിക്കണം. എനിക്ക് ഈ അധികാരങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. അതിൻ്റെ കാരണം എൻ്റെ ലക്ഷ്യം ആ അധികാരം അല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് വേറെ 100,000 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഒഴികെ ഈ ഇരിക്കുന്ന ആരും ആ സമിതിയുടെ തലപ്പത്തെത്താൻ അനുയോജ്യരാണ്. അവരാരെങ്കിലും അങ്ങ് ചെയർമാൻ ആക്കണം, അവരാരെങ്കിലും അങ്ങ് പ്രസിഡന്റ് ആക്കണം. അവരുടെ നേതൃത്വത്തിൽ ഒരു ടീമും ഉണ്ടാകട്ടെ. ഞാൻ എന്തായാലും അതിലൊന്നും ഇടപെടില്ല. ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി കണക്ട് ചെയ്തുള്ള റിസോഴ്സസ് അത് മുഴുവൻ ആ സമിതി ആളുകൾക്ക് വിതം കൊടുക്കട്ടെ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അനീതി കണ്ടാൽ ഉറപ്പായും ഞാൻ ഇടപെടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് അങ്ങ് ഇരുന്നു. മാർക്ക് പറഞ്ഞ വാചകത്തിൽ എല്ലാം ഉണ്ട്. ഏത് സമിതി അധികാരം ഏറ്റെടുത്താലും ആ സമിതി നേരെ ചൊവ്വയല്ല ഭരിക്കുന്നെന്ന് കണ്ടാൽ മാർക്ക് ഇടപെടും, അവരെ മാർക്ക് തീർക്കും. ആ ഒരു ഭയം ആർക്കായാലും ഉണ്ടാകണം. മാർക്ക് ശരിക്കും ഒരു വാള് ഷൂ ലീപ്പിങ്ങിന്റെ തലയിലേക്ക് വെച്ചതുപോലെയായി. ഷൂ ലീപ്പിങ്ങിന് മാർക്കിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നുണ്ട്. മാർക്ക് വളർന്നു വന്നപ്പോൾ ഷൂ ലീപ്പിങ്ങും സർക്കാരും ശരിക്കും മാർക്കിനെ ഉപയോഗിച്ച് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ തകർക്കാമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. അവർ ആഗ്രഹിച്ചതുപോലെ അത് നടക്കുകയും ചെയ്തു. അവരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ഫെല്ലർ ആ തലപ്പത്ത് കയറി ഇരിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ മാർക്ക് അതിൽ വീഴുന്നില്ല. ഷൂ ലീപ്പിംഗ് എല്ലാവരെയും ഒന്ന് നോക്കിയപ്പോൾ മാർക്ക് വീണ്ടും എണീറ്റു. കൂടുതൽ ഒന്നും സംസാരിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങുന്നതിനിടയിൽ മാർക്ക് തിരിഞ്ഞ് ജിനോവോട് പറഞ്ഞു, ജിനോവോ, നീ നേരത്തെ എന്നെ വെല്ലുവിളിച്ചു. 3 ദിവസത്തിനകം നമുക്ക് തമ്മിൽ ഒന്ന് കണ്ടുമുട്ടാം. ഏതാണ് വെന്യൂ, ഏതാണ് സമയം, ഇത് രണ്ടും നീ എന്നെ അറിയിക്കും. നമ്മളിൽ ആരാണ് ശക്തനെന്ന് നിനക്ക് സംശയമുള്ള സ്ഥിതിക്ക് അത് തന്നെയാണ് മാർഗം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ വാതിൽ വഴി പുറത്തേക്ക് കടന്നു. ഇപ്പോൾ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും ആ കാര്യം മനസ്സിലായി. 3 ദിവസം കഴിയുമ്പോൾ ജിനോവോ ബ്ലാക്കും മാർക്ക് ഫെല്ലറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. ശരിക്കും പൈറ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. മാർക്കാണോ ജിനോവോ ആണോ ശക്തൻ? ആ ചോദ്യം മാർഷൽസ് ഫോറത്തിൽ ചോദിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വന്നെങ്കിലും അപ്പോഴൊന്നും ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല. ഇത് മാർക്ക് ഫെല്ലർ ജിനോവുമായി ഏറ്റുമുട്ടാനുള്ള ഡേറ്റ് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥലവും സമയവും മാത്രം തീരുമാനിച്ചാൽ മതി. ആ മീറ്റിംഗിൽ നിന്ന് മാർക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞതും ഷൂ ലീപ്പിംഗ് എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, മാർക്ക് അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. മാർക്ക് ഫെല്ലർ അല്ലാതെ അതെ മാർക്ക് ഫെല്ലർ പറഞ്ഞതുപോലെ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ട് നമുക്ക് യുക്തമായി തീരുമാനമെടുക്കാം. മാർക്ക് ഫെല്ലറെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആക്കണമെന്നാണ് ഷൂ ലീപ്പിങ്ങിന്റെ ആഗ്രഹം. പക്ഷെ മാർക്ക് വഴങ്ങാത്തത് കൊണ്ട് ആരെങ്കിലും പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ ഷൂ ലീപ്പിങ്ങിന് താല്പര്യമില്ല. അത് അയാളുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഷൂ ലീപ്പിംഗ് ആ മീറ്റിംഗ് പിരിച്ചുവിട്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടുപുറകെ യാവമെങ്ങും ചാങ്മാങ് ഉൾപ്പെടെയുള്ള ആ ടീമും പുറത്തിറങ്ങി. മാർക്ക് ഫെല്ലറെ കാണാനായി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ആ ഹാളിൽ അവശേഷിക്കുന്നത് ജിനോവോ ബ്ലാക്കും ആ മിസ്റ്റിക് വേൾഡുകളുടെ തലവന്മാരുമാണ്. ഏകദേശം 10ഓളം ആളുകൾ അവിടെ ഉണ്ട്. ജിനോവോ
അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും പെട്ടെന്ന് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ ഹാളിലെ വാതിലങ്ങ് അടഞ്ഞു. ജിനവോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുക, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കേട്ടതും അവരെല്ലാവരും ജിനവോ നോക്കിയിട്ട് അവരുടെ സീറ്റിൽ വീണ്ടും ഇരുന്നു. ജിനവോ അവരോടായി പറഞ്ഞു, നിങ്ങൾ മാർക്കിന്റെ പെരുമാറ്റം കണ്ടു കാണുമല്ലോ. അവനും ഞാനും തമ്മിൽ ഇന്നേക്ക് 3-ാം ദിവസം ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. അതെ, മാർക്ക് പറഞ്ഞത് ഞങ്ങളും കേട്ടായിരുന്നു. പെട്ടെന്ന് അതിനകത്ത് ഒരാൾ പറഞ്ഞതും ജിനവോ അയാളോടായി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഏയ് ജിനവോ, നിങ്ങൾക്ക് ഭയമാണോ മാർക്കിനെ ഒറ്റയ്ക്ക് നേരിടാൻ? ഒറ്റയ്ക്ക് നേരിടാൻ എനിക്ക് ഭയമില്ല. ഭയം ഈ മാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആളുകൾ വരുമോ എന്നുള്ളതാണ്. ജിനവോ, മാർക്ക് അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് അതിനകത്തുള്ള ഒരാൾ പറഞ്ഞു, മാർക്ക് ഒരു കാരണവശാലും ഒരു സപ്പോർട്ട് മെക്കാനിസം ഉപയോഗിച്ച് ഒരു 1-to-1 ഫൈറ്റിൽ ഇടപെടില്ല. മാർക്ക് ആ ശൈലിയിൽ ഇതുവരെ ഒരു ഇടപെടലും നടത്തിയതായി ഞാൻ കേട്ടിട്ടുമില്ല. ആ മിസ്റ്റിക് വേൾഡുകാരൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ജിനവോ അവരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. എനിക്കറിയാം മാർക്കിനെ. നിങ്ങളൊക്കെ ഇപ്പോഴല്ലേ മാർക്കിനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ വളരെ നേരത്തെ മാർക്കിനെ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളാണ്. മാർക്ക് ചതിക്കും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ജിനവോ പറഞ്ഞതും അത് ലേശം പ്രായമുള്ള ഒരാൾ ജിനവോട് പറഞ്ഞു, ഓക്കെ ജിനവോ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഒരാളും നിങ്ങളുടെ ഈ ഫൈറ്റിൽ ഇടപെടാതെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ജിനവോ യഥാർത്ഥത്തിൽ അവരെ കൂട്ടാൻ ശ്രമിച്ചത് ആ ഫൈറ്റ് നടക്കുന്നതിന് മുമ്പേ മാർക്കിനെ കൊല്ലാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കാനാണ്. ഫൈറ്റിൽ മാർക്കുമായി എതിരിട്ടാൽ ജയിക്കുമോ എന്നുള്ളൊരു സംശയം ജിനവയ്ക്കുണ്ട്. ആ ഫൈറ്റ് ഒഴിവാക്കി മാർക്കിനെ നേരത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തണം. അതായിരുന്നു ജിനവയുടെ ടാർഗറ്റ്. പക്ഷേ ജിനവയുടെ ആ മനസ്സറിഞ്ഞ ആ മിസ്റ്റിക് വേൾഡിലെ ആളുകൾ ജിനവയ്ക്ക് തിരിച്ചൊരു പാര വയ്ക്കുകയാണ്. ഫൈറ്റ് നടക്കുന്ന സമയത്ത് മാർക്ക് ഒരു സെക്കൻഡറി സംവിധാനവും ഉപയോഗിക്കാതെ നോക്കാമെന്നാണ് അവർ പറഞ്ഞത്. ജിനവോ ഏതാണ്ട് ആ മറുപടി കേട്ടപ്പോൾ വിളറിയതുപോലെയായി. ജിനവയ്ക്ക് പക്ഷേ തെളിച്ച് പറയാനും പറ്റില്ല. ആ അവസ്ഥ എത്തിയതും മീറ്റിംഗ് അവസാനിച്ചു. ജിനവോ ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ നടക്കുകയാണ്. അയാളുടെ കാറിനടുത്ത് എത്താറായപ്പോൾ ഒരു ശബ്ദം. ജിനവോ, ഒരു സഹായം കിട്ടിയില്ലല്ലേ? ഞാൻ സഹായിച്ചാലോ? ആ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ ജിനവോ കാണുന്നത് സാക്ഷാൽ ഹെക്ടർ ടെങ്ങിനെയാണ്. ഹെക്ടർ കണ്ടതും ജിനവോ ചോദിച്ചു, എനിക്കെന്തിനാ നിന്റെ സഹായം? ജിനവോ, നീ പറയുന്ന കള്ളം മനസ്സിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ സെൻട്രൽ പ്ലെയിനിലെ നമ്പർ 1 ആയിരുന്നു. എവിടെ പോയാലും എന്നെ ആളുകൾ വളരെ ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മാർക്ക് ഫെല്ലർ ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് എന്നെ തോൽപ്പിച്ചു. അന്ന് അവൻ വെറുമൊരു ഇന്നസെന്റ് മാസ്റ്റർ മാത്രമാണ്. ഒരു ഇന്നസെന്റ് മാസ്റ്ററാൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പരാജയപ്പെട്ടപ്പോൾ അത് വലിയ വാർത്തയായി. അതെനിക്ക് ശരിക്കും നാണക്കേടുണ്ടാക്കി. അതിനുശേഷം എനിക്ക് തല ഉയർത്തി ആ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലൂടെ നടക്കാൻ പോലും പറ്റിയിട്ടില്ല. ആ അപമാനം എനിക്ക് മനസ്സിലാകും. എനിക്കറിയാം ജിനവോ, യങ്സ്റ്റേഴ്സിലെ നമ്പർ 1 നീ എന്ന് എല്ലാവരും പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഭയമുണ്ടെന്ന്. മാർക്കിനോട് നീ പരാജയപ്പെട്ടാൽ നീ നമ്പർ 1 അല്ല എന്നുള്ള കാര്യം ഈ പൈറോയിൽ എല്ലാവരും അറിയും. അതാണ് നിന്റെ ഭയം. ഹെക്ടർ ടെങ് വളരെ വ്യക്തമായി ജിനവയുടെ ആ മനസ്സിലെ പേടി അവിടെ ഒന്ന് പൊളിച്ച് കാണിച്ചപ്പോൾ ജിനവോ ഹെക്ടറോട് പറഞ്ഞു, കേറ്. അവിടെ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ജിനവോ അങ്ങനെ പറഞ്ഞത്. ഹെക്ടർ ഉടൻ തന്നെ ജിനവയുടെ കാറിലേക്ക് കയറി. അവർ രണ്ടുപേരും ബ്ലാക്ക് കുടുംബത്തിലെത്തി. ബ്ലാക്ക് കുടുംബത്തിൽ തൻ്റെ മുറിയിലെത്തിയതും ഹെക്ടറോടായി ജിനവോ ചോദിച്ചു, ഹെക്ടർ, എന്താ നിന്റെ പ്ലാൻ? ജിനവോ, നീയും മാർക്കും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാനുള്ള ഒരു സമയം കിട്ടും. ആ സമയത്ത് ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഹെക്ടർ അവൻ്റെ മനസ്സിലുള്ള ഒരു ആശയം ജിനവുമായി പങ്കുവച്ചു. ഈ ഭാഗത്ത് അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ മാർക്കിനടുത്തേക്ക് മാർക്കിന്റെ കൂട്ടുകാരെല്ലാം മടങ്ങി എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെത്തിയ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് അവരെയൊക്കെ മോഹിപ്പിച്ച ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇതുപോലെ ഇഷ്ടാനുസരണം കയറി ഇറങ്ങാൻ കഴിയുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അവരൊക്കെ
മാർഷൽ സെയിന്റ് ആകാനായിട്ട് സെക്ലൂഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മാർക്ക് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർക്ക് ആർക്ക് പറ്റിയതുമില്ല. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വന്ന ചൂ ഹെഡും യുവാൻ ഷോയും അതുപോലെ ചാങ് മാങ്ങും യാവമങ്ങും കോങ് യാനിക്കും എന്ന് വേണ്ട എല്ലാവരും ആവേശപൂർവ്വം സന്തോഷപൂർവ്വം ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് ഓടി നടക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ അവർക്കകത്ത് കാണാനുണ്ട്. അവിടെ ഇപ്പോഴും അനവധി താമസക്കാരുണ്ട്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഭാഗമായ ആ ആളുകളൊക്കെ അവരുടേതായ ലൈഫുമായി മുന്നോട്ട് പോവുകയാണ്. അതിനകത്തുണ്ടായിരുന്ന ആ ഒളിച്ചോടിയ മാർക്വിസ്റ്റുകളൊക്കെ ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. ആ മാർക്വിസ്റ്റുകളെ പ്രതീക്ഷിച്ച് ഇപ്പോഴും ആ ലൈറ്റ് പില്ലറുകൾ അതിനകത്തുണ്ട്. ആ 8 പില്ലറുകളെയും പിൻവലിപ്പിക്കുവാൻ ഇതുവരെ മാർക്കിനൊട്ടും പറ്റിയിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന യാവമങ്ങൻ ടീമും എല്ലാം മാർഷൽ സെയിന്റ് ആയതുകൊണ്ട് അവർക്കാർക്കും ആ തൂണുകൾ ഒരു ബുദ്ധിമുട്ടുമല്ല. മാർക്വിസ്റ്റുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആ തൂണ് അവിടെ ഉള്ളിടത്തോളം കാലം അവിടെ നിന്ന് പിരിഞ്ഞുപോയ മാർക്വിസ്റ്റുകൾക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല. അതിനെക്കുറിച്ച് ആ ടീം അങ്ങനെ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ എല്ലാവരുടെയും സംഭാഷണം അവസാനം 2 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ആ ഫൈറ്റിലേക്ക് എത്തി. ജിനോവോ ബ്ലാക്ക് അതിശക്തനാണ്. ആ കാര്യം ആ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം. കോങ് യാനിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം നീ ശക്തനാണെന്ന്, പക്ഷേ ആ ജിനോവയെ അങ്ങനെ കുറച്ച് കാണരുത്. അവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് കുടുംബം എത്രയോ കാലങ്ങളായി മാർഷൽ ആർട്സ് മേഖലയിൽ അതിശക്തമാണ്. അവരുടെ കയ്യിൽ പല രഹസ്യങ്ങളുണ്ടാവും. ആ രഹസ്യ ആയുധങ്ങൾ എന്തെങ്കിലും ജിനോവോ എടുത്തുപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോങ് യാനിക്കിന്റെ അഭിപ്രായം. കോങ് യാനിക്ക് പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ മാർക്കിനോട് ജിനോവയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഷുവാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ആ ഗു കുടുംബത്തെ കൊന്ന സമയത്ത് എനിക്ക് കൂടെ വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. ശരിക്കും ഞാൻ കൂടി വേണമായിരുന്നു. ഗൂഷിങ്ങിന്റെ ഓർഡർ പ്രകാരം ഹെക്ടർ ടെങ്ങാണ് ഷുവാങ് കുടുംബത്തെ കൊന്നൊടുക്കിയത്. അതിൽ പ്രതികാരം ചെയ്യാൻ ആത്മാർത്ഥമായി അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഗൂഷീഷൻ കൊല്ലപ്പെട്ടപ്പോൾ അവൻ മാർഷൽ സെയിന്റ് ആകാനുള്ള പ്രാക്ടീസിലായിരുന്നതുകൊണ്ട് അവന് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ആ വിഷമമാണ് അവൻ പങ്കുവച്ചത്. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് ഷിവാങ്, നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ആ ഗൂഷീഷന്റെ ആ മകനില്ലേ ഗൂഷിങ്, അവൻ ഇതുവരെയും കൊല്ലപ്പെട്ടിട്ടില്ല. മാർക്ക്, അവനെ കൊന്നില്ലേ? അവൻ എവിടെയുണ്ട്? ഷിവാങ്, അവൻ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലോ? അതെ, ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ. മാർക്ക്, അവനെ കിട്ടുമ്പോൾ അവനെ കൊല്ലാനുള്ള അവസരം എനിക്ക് നൽകണം. ഷിവാങ്, ഞാനത് നിനക്ക് വേണ്ടി ചെയ്യാം. മാർക്ക് ഫെല്ലറും കൂട്ടരും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ അങ്ങനെ ഗൂഷിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്ത് ആ 8 ഹയറപ്സും ഒരു മലയുടെ മുകളിലുള്ള ഒരു പ്രത്യേക പാറയുടെ ചുറ്റുമായി നിൽക്കുകയാണ്. ആ പാറ മുഴുവൻ ഒരു പ്രത്യേക നിറം കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സീലാണെന്ന് പറയാം. ആ സീലിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കാണ് ആ 8 ആളുകളും നോക്കി നിൽക്കുന്നത്. ആ വിള്ളലുകളിലേക്ക് നോക്കിയ ഗാർണർ ഉറക്കെ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് ഇത് 1 മാസം കൊണ്ട് പൊട്ടും. ഈ സീല് പൊട്ടിയാൽ ആ നിമിഷത്തിൽ നമ്മൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഇരച്ചു കയറും. അവിടെ വെച്ച് എനിക്ക് ആ മാർക്കിനെ ചവിട്ടി അരയ്ക്കണം. വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് ആ ഹയറപ്സിലെ ഒരാൾ ഗാർണർ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ആ കൂട്ടത്തിലെ ഏക ലേഡിയായ ആ സുന്ദരി ഉറക്കെ പറഞ്ഞു, ഗാർണർ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മാർക്കിനോട് ഒരു അതിശയമുണ്ട്. എന്നാലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, അവൻ വെറും താഴത്തെ നിലയിൽ നിന്ന് ഇവിടം വരെ എത്തിയെന്നുള്ള കാര്യം നമ്മൾ കാണാതിരിക്കരുത്. ആ 8-അംഗ ടീമിനകത്ത് മാർക്കിന്റെ കഴിവിനോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. മാർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതാണ് അവരുടെ പ്രശ്നം. മാർക്കിനെ കൊല്ലാൻ അവർ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. അന്നൊന്നും അവർക്ക് മാർക്കിനെ കൊല്ലാൻ പറ്റിയില്ല. അവര് മാർക്കിനെ കൊല്ലാനായി അവരുടെ കീഴിലുള്ള ആളുകളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മാർക്കിനെ കൊല്ലാൻ പറ്റാതെ പോയതെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്കുള്ള ആ പാത്ത് തുറക്കപ്പെടുമ്പോൾ അവര് മാർക്കിനെ നേരിട്ട് കൊല്ലും. ആരുടെയും സഹായമില്ലാതെ അവർക്ക് മാർക്കിനെ കൊല്ലാൻ പറ്റും. സഹായികളെ ഉപയോഗിച്ചിട്ട് മാർക്കിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അവർക്ക് പൂർണ്ണമായും അറിയാം. ആ 8 പേരും അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഓടി വന്ന് അവൻ ഉറക്കെ അവരോട് ചോദിച്ചു, ഹയറപ്സ്, എന്റെ അച്ഛൻ. ഓടി വന്നത് സാക്ഷൽ ഗൂഷിങ് ആണ്. അവനെ കണ്ടതും ഗാർണർ അവനോട് പറഞ്ഞു, ഏയ് ഗൂഷിങ്, നിന്റെ അച്ഛൻ ഗൂഷീഷൻ കൊല്ലപ്പെട്ടു. അവനെ ആ മാർക്ക് കൊല്ലുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഗൂഷീഷനെ കൊന്നത് ഗാർണറാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ആ കുറ്റം അയാൾ മാർക്ക് ഫെല്ലറുടെ മുകളിൽ ആരോപിക്കുകയാണ്.
ഹാരപ്സ് അതെങ്ങനെ പറ്റും? എന്റെ അച്ഛൻ ഒരു പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് അല്ലേ, അദ്ദേഹത്തെ കൊല്ലാൻ മാർക്കിനെ കൊണ്ട് എങ്ങനെ പറ്റും? മാർക്കിനെ അവസാനമായി ഗൂഷിങ് കാണുന്ന സമയത്ത് മാർക്ക് ഒരു മാർക്യൂസ് ആണ്. അവന്റെ പിതാവാണെങ്കിൽ പീക്ക് ലെവൽ മാർഷൽ സെയിന്റുമാണ്. പീക്ക് ലെവൽ മാർഷൽ സെയിന്റായ അവന്റെ പിതാവിനെ മാർക്യൂസായ മാർക്കിനെ കൊല്ലാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഗു ഷീഷിങ്ങിന് ഒരു സംശയവുമില്ല. അവന്റെ ആ ചോദ്യം കേട്ടതും ഗാർണർ അവനോട് പറഞ്ഞു, ഏയ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? മാർക്ക് അവനെ കൊന്നു, ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല, നീ വെക്കും. ആ ഹാരപ്സിന് ഇപ്പോ അവനോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നതാണ് സത്യം. ഗൂഷീഷിന്റെ മകനെന്ന നിലയിൽ ഒരു പരിഗണന അവർ ഗൂഷിങ്ങിന് കൊടുത്തിരുന്നു. ഇനിയിപ്പോ ആ പരിഗണനയുടെ ആവശ്യമില്ല, കാരണം ഗൂഷീഷൻ ഇല്ലല്ലോ. ആ ഹാരപ്സിന്റെ ആ ഇൻഡിഫറന്റ് ആയ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു അമർഷം ആ സമയത്ത് ഗൂഷീഷിങ്ങിന് തോന്നുകയും ചെയ്തു. ഗൂഷീഷിങ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പതുക്കെ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ അകത്തേക്ക് നടക്കുകയാണ്. അവനെ മൈൻഡ് ചെയ്യാതെ ആ എട്ടംഗ സംഘം ആ വിള്ളലിൽ തന്നെ അങ്ങനെ നോക്കുകയാണ്. ആ വിള്ളലിലേക്ക് നോക്കിയ സ്ത്രീ അവരോടായി പറഞ്ഞു, ഇത് നമുക്ക് കൺഫേം ആക്കാം, പരമാവധി 1.5 മാസം, അതിൽ കൂടുതൽ സമയം എന്തായാലും എടുക്കില്ല. അങ്ങനെ ആ ലേഡി പറഞ്ഞ അതേ സമയത്ത് യാവമങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാനാ വന്നത്. എന്താണ് മാർക്ക്? നമ്മുടെ പ്രവാചകനില്ലേ, അദ്ദേഹം ഒരു പ്രവചനം ഇപ്പൊ നടത്തിയിരിക്കുകയാണ്. എന്ത് പ്രവചനം? 1 മാസം കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്കുള്ള പാത തുറക്കപ്പെടുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഏവോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. മാർക്ക്, അദ്ദേഹം ഈ പ്രവചനം നടത്തിയത് ഇന്നോ ഇന്നലെയൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ്. മാർക്ക് ആ പ്രവാചനെ അറിയും, അല്ലെങ്കിൽ ആ പ്രവാചനെ കുറിച്ചുള്ള വാർത്തകൾ മാർക്ക് കേട്ടിട്ടുണ്ട്. പുതിയ യുഗത്തിലേക്ക് ഈ സമൂഹം കടക്കുമ്പോൾ ജനുവരിയിൽ മാർഷൽ സെയിന്റ് പിറക്കുമെന്ന് ആ മനുഷ്യനാണ് പ്രവചിച്ചത്. അതുപോലെ തന്നെ ഒരു മാർഷൽ സെയിന്റ് ഷൂ ഷിവാങ് പിറക്കുകയുണ്ടായി. ആ ഷൂ ഷിവാങ്ങിന്റെ പിറവിയോടുകൂടി പുതിയ പുതിയ മാർഷൽ സെയിന്റുകൾ ഉണ്ടാകുമെന്നും മാർഷൽ സെയിന്റുകൾക്ക് പുറത്തേക്ക് വരാനുള്ള തടസ്സം നീങ്ങുമെന്നും മിസ്റ്റിക് വേൾഡുകളിലുള്ള പഴയ മാർഷൽ സെയിന്റുകൾ പുറത്തേക്ക് വന്നു തുടങ്ങുന്നൊക്കെ അദ്ദേഹം അന്ന് പ്രവചിച്ചതാണ്. അതൊക്കെ സംഭവ്യമായി. ഇപ്പോൾ മിസ്റ്റിക് വേൾഡിനകത്തും പുറത്തുമായി ഒരുപാട് മാർഷൽ സെയിന്റുകളുണ്ട്. ആ മനുഷ്യന്റെ എല്ലാ പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിരിക്കെ ഇതാ അയാൾ പുതിയ പ്രവചനം നടത്തുകയാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്കുള്ള ആ പാത്ത് തുറക്കപ്പെടും, അതും 1 മാസം ആകുമ്പോൾ. അങ്ങനെ യാവമങ് പറഞ്ഞതും കോങ്യാനിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്രശ്നമാണല്ലോ. കോങ്യാനിക്ക് ഉദ്ദേശിച്ച കാര്യം എല്ലാവർക്കും അറിയാം. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ആ മൈറ്റി ഫിഗേഴ്സ് 8 എത്തിയാൽ ആ നിമിഷം മാർക്ക് ഫെല്ലർ കൊല്ലപ്പെടും. അത് മനസ്സിലാക്കിയ മാർക്ക് അവരോട് പറഞ്ഞു, ഏയ് അതൊന്നും ആലോചിച്ച് മനസ്സ് ടെൻഷനാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാർക്ക്, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല യാവോ അത് സൂചിപ്പിച്ചത്. ത്രെട്ട് നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നമ്മളെല്ലാവരെയും കൊല്ലാൻ റെഡിയായിട്ടായിരിക്കും ആ ഹൈറപ്സ് ഇവിടേക്ക് വരിക. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലുള്ള ആ ഹൈറപ്സ് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ എത്തുന്നവരെ മാത്രമേ അവർക്ക് ജീവിതം ഉണ്ടാകൂ എന്നാണ് കോങ്ങിയാനിക്കും ഷിവാങ്ങും ഒക്കെ പറയുന്നത്. അവിടെ ആ ചർച്ച അങ്ങനെ അങ്ങ് നീണ്ടുപോവുകയാണ്. പെട്ടെന്നാണ് 2 ദിവസം അങ്ങ് കടന്നുപോയത്. 3-ാമത്തെ ദിവസം സകല ആളുകളും ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ ഒരു അൺഡെവലപ്ഡ് പ്രോപ്പർട്ടിയായ ഡാർക്ക് പാർക്കിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അവിടെ രാവിലെ 11 മണിക്കാണ് മാർക്ക് ഫെല്ലറും ജിനെവോ ബ്ലാക്ക് എന്നുള്ള ഫൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാർക്ക് പാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ പാർക്കിന് ആ പേര് കിട്ടാൻ കാരണമുണ്ട്. അവിടെ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട പാർക്കാണെന്ന് പറയാം. ആ പാർക്കിലേക്ക് അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ആ പാർക്കുള്ളത്. ആ പാർക്കുമായി ബന്ധിപ്പിച്ച് എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ പൊതുവെ അങ്ങോട്ട് വരാൻ മടിക്കുന്നത്. ഒരു അസ്വസ്ഥത ആ പാർക്കിനകത്ത് വന്നിരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നും. പ്രേതങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്ന പോലെയൊക്കെ തോന്നുന്നു പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലം. അതുകൊണ്ട് ആളുകൾ ആ പാർക്കിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ പാർക്ക് ഇപ്പോൾ ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് ജിനെവോ ബ്ലാക്ക് ആ ഫൈറ്റ് നടത്താൻ തയ്യാറായി നിൽക്കുന്നത്. രാവിലെ 9 മണി കഴിഞ്ഞപ്പോഴേ അനവധി ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. സകലരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഫൈറ്റ് ആണല്ലോ നടക്കാൻ പോകുന്നത്. എത്രയോ കാലങ്ങളായി ആളുകൾ മാർക്ക് ഫെല്ലറും ജിനെവോ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോഴും മാർഷൽസ് ഫോർത്തിനകത്ത് ആ ചർച്ച നടക്കുകയാണ്. ആരായിരിക്കും വിജയിക്കുക? ജിനെവോ ശക്തനാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതേപോലെ സംശയമില്ലാത്ത ഒരു കാര്യമാണ് മാർക്ക് ശക്തനാണെന്നുള്ള കാര്യം. മാർക്ക് തോൽപ്പിച്ചതും കൊന്നതും സാക്ഷാൽ ഗു ഷീഷിനെയാണ്. ഗു ഷീഷൻ ഒരു പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആണെന്നുള്ള ആ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം.
ജിനാവോയും മാർഷൽ സെയിന്റാണ്. ജിനാവോയ്ക്ക് മറ്റാരും അറിയാത്ത ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സ്പെല്ലുകൾ ഉണ്ടെന്ന് ഒരു ചർച്ച ആ ഗ്രൂപ്പിനകത്ത് നടക്കുന്നുണ്ട്. ജിനാവോയ്ക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ജിങ്ഗോ മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ലൈബ്രറിയിലേക്ക് കയറാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവൻ എപ്പോൾ വേണമെങ്കിലും കയറാം, എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും എടുക്കാം, ഏത് സ്പെല്ല് വേണമെങ്കിലും സ്വന്തമാക്കാം. അതൊന്നും ആരും ചോദ്യം ചെയ്യില്ല. അത്രയും സ്വാധീനമുള്ള ജിനാവോ എന്തൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിച്ചു കാണുമെന്ന് ആർക്കും അറിയത്തില്ല. ജിനാവോയുമായി ഏറ്റുമുട്ടിയ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ജിനാവോ ഇതുവരെയും തോറ്റിട്ടില്ല. അങ്ങനെ ചിത്രമാണ് ജിനാവോയെ കുറിച്ച് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആര് വിജയിക്കുമെന്ന് പറയാൻ ഒരു മടി. രണ്ട് ഭാഗത്തെയും അനുകൂലിച്ചുകൊണ്ട് ധാരാളം കമന്റുകളുണ്ട്. ആ കമന്റുകളൊക്കെ വായിച്ചതിന്റെ ഫലമായിട്ട് ആളുകൾ ആ പാർക്കിലേക്ക് ഒഴുകിയെത്തിയെന്ന് പറയാം. ഒരു ജനസമുദ്രം തന്നെ ഇപ്പൊ ആ പാർക്കിന് ചുറ്റുമുണ്ട്. ഏകദേശം 9:45 തന്നെ ജിനാവോ സ്ഥലത്തെത്തി. ജിനാവോ ബ്ലാക്ക് വന്നിറങ്ങിയപ്പോൾ അയാളെ അനുകൂലിക്കുന്ന ആളുകൾ അയാൾക്ക് അനുകൂലമായി കൈയടിക്കുകയും അയാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ബോക്സിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരാള് ഗോതയിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ആർത്ത് വിളിക്കുന്ന പോലെ ഒരു വിളി അവിടെ ഉണ്ടായെന്ന അർത്ഥം. കൃത്യം 10 മണിക്ക് മാർക്ക് ഫെല്ലർ സ്ഥലത്തെത്തി. മാർക്ക് സ്ഥലത്തെത്തിയതും മാർക്കിനടുത്തേക്ക് മാർക്കിന്റെ കൂട്ടുകാരൊക്കെ ഓടി വന്നു. അവരൊക്കെ നേരത്തെ വന്നിരിക്കുകയാണ്. യവമെങ്കൊണ്ട് ചാങ്മാങ്കൊണ്ട് എല്ലാം ഉണ്ട്. ആ കൂട്ടുകാരൊക്കെ മാർക്കിന് വിജയം ആശംസിച്ചതും മാർക്ക് അവർക്കൊക്കെ മറുപടി കൊടുത്തതിന് ശേഷം ജിനാവോ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നടന്നു. രണ്ട് ശക്തരായ യോദ്ധാക്കൾ ഇതാ കാലങ്ങൾക്ക് ശേഷം മുഖാമുഖം ഏറ്റുമുട്ടാൻ പോവുകയാണ്. മാർക്ക് ഫെല്ലറും ജിനാവോയും തമ്മിൽ ഏകദേശം ഒരു 20 അടി ദൂര വ്യത്യാസമുണ്ട്. രണ്ടുപേരും അവിടെ നിന്നതും മാർക്ക് ഫെല്ലർ ജിനാവോയോട് പറഞ്ഞു, ഏയ് ജിനാവോ, ഈ ദിവസം ഞാൻ കാലങ്ങളായി മോഹിച്ചതാണ്. നിന്റെ എല്ലാ അഹങ്കാരങ്ങൾക്കും ഒരു മറുപടി അത് ഇന്ന് കിട്ടും. അത് കേട്ടതും ജിനാവോ ഒന്ന് ചിരിച്ചു. മാർക്ക്, എനിക്കറിയാം നീ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടേക്ക് വന്നതെന്ന്. പക്ഷെ മാർക്ക്, നിന്റെ ഈ ആത്മവിശ്വാസം ഇന്ന് ഇവിടെ തകരും. ജിനാവോ അത് പറയുമ്പോൾ അവൻ എന്തൊക്കെയോ കരുതുന്നുണ്ടെന്ന് ആ മറുപടിയിൽ വ്യക്തമാണ്. മാർക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ജിനാവോയോട് പറഞ്ഞു, സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. കേൾക്കേണ്ട താമസം ജിനാവോ മുന്നോട്ട് കുതിച്ചു. അതുപോലെ മാർക്ക് ഫെല്ലറും. രണ്ടുപേരും അവരുടെ ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചുള്ള ഒരു ബലപരീക്ഷണമാണ് തുടക്കത്തിൽ നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ആ കൈകൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി. ശരിക്കും അതിശക്തമായ ഒരു പഞ്ചാണ് അതിന്റെ ഫലമായി ഉണ്ടായത്. അതിശക്തന്മാരായ ആ രണ്ടുപേരുടെയും കൈകൾ കൂട്ടിമുട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തീപ്പൊരികൾ ചിതറുകയാണ്. ഉരുക്ക് പോലുള്ള ബോഡികളാണ് രണ്ടുപേർക്കും ഉള്ളത്. രണ്ടുപേരും മാർഷൽ സെയിന്റുകളുമാണ്. സാധാരണഗതിയിലുള്ള ഒന്നും അവരുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള മുറിവും ഉണ്ടാക്കില്ല. ഉരുക്കുമുള്ള കൈകളാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. ഇടിയേറ്റ് ജിനാവോ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയെങ്കിലും മാർക്ക് ആ ഇടിച്ച സ്ഥലത്ത് നിന്ന് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. മാർക്ക് ഒരു പടി മുന്നിലാണ്. ജിനാവോ അതൊന്നും നോക്കാതെ വീണ്ടും മാർക്കിനെ ആക്രമിച്ചു. അവന്റെ രണ്ടാമത്തെ ആക്രമണ സമയത്ത് അവന്റെ ശക്തിയിൽ ലേശം ഒരു വർധനവ് വന്നിട്ടുണ്ട്. ആ സമയത്തും ജിനാവോ ഒന്ന് പുറകോട്ട് നീങ്ങിയെങ്കിലും മൂന്നാമത് ആക്രമിച്ചപ്പോൾ ആ പുറകോട്ട് പോകുന്നതിന്റെ അളവ് കുറഞ്ഞു. പതുക്കെ പതുക്കെ ജിനാവോവും മാർക്കും ഏതാണ്ട് ഈക്വലായി. രണ്ടുപേരും ഓടി നടന്ന് ഇടിക്കുകയാണ്. ചാടി ഉയർന്നും ആകാശത്തിലൂടെ പറന്നുമൊക്കെ കൈകളും കാലും ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കാണികൾക്ക് ശരിക്കും ഒരു വിരുന്നാണ് ലഭിക്കുന്നത്. ആ എൻറ്റയർ പാർക്കും ശരിക്കും വിറച്ചു പോകുന്ന ശൈലിയിലുള്ള ശക്തമായ പോരാ നടക്കുന്നത്. ജിനാവോയുടെ ശക്തി കൂടിക്കൂടി വന്നെങ്കിലും ക്ഷീണം പക്ഷേ ജിനാവോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം മാർക്ക് ഫെല്ലറുമായി ഒന്ന് ഏറ്റുമുട്ടിയതിനു ശേഷം ജിനാവോ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അവന്റെ ബോഡിയിൽ പലയിടത്തും ഇടി വീണതിന്റെ അടയാളമുണ്ട്, ചതഞ്ഞിട്ടുണ്ട്. മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ ഇടി വീണിരിക്കുന്നത് ആ കൈകളിൽ മാത്രമാണ്. മാർക്കിന്റെ ബോഡിയെ തൊടാൻ ഇതുവരെയും ജിനാവോയ്ക്ക് പറ്റിയിട്ടില്ല. മാർക്കിന്റെ ആ ഒഴിയാനുള്ള കപ്പാസിറ്റി ജിനാവോയെ ഇതിനിടയിൽ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. മാർക്ക് ഇമോട്ടർ ക്രെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇമോട്ടർ ക്രെയിന്റെ ആ കിടിലൻ ഇടികളിൽ നിന്ന് വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്ന മാർക്കിന് ജിനാവോയുടെ പഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാണ് സത്യം. പക്ഷേ മാർക്കിന്റെ കൈകൾ തലങ്ങും വിലങ്ങും ജിനാവോയുടെ പുറത്ത് പതിച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ആ ബോഡി നോക്കുമ്പോൾ കാണാം. പക്ഷെ ജിനാവോ ശരിക്കും ആത്മവിശ്വാസത്തിലാണ്. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ശരിക്കും മാർക്കുമായി ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആ ഫൈറ്റ് കാണികൾക്ക് ഒരു വിരുന്നായി മാറണമെന്ന് ജിനാവോയ്ക്കും ഒരു ആഗ്രഹം. അത് അവന്റെ ആ വാചകത്തിൽ പ്രതിഫലിക്കുകയാണ്. മാർക്ക് ജിനാവോയുടെ ആ ആഗ്രഹം കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. ജിനാവോ ഈ ഭൂമിയിലെ നമ്പർ 1 ആകാനുള്ള യാത്രയിലാണ്.
ആ യാത്രയിൽ അവൻ തോൽപ്പിക്കുന്ന ഒരാള് മാർക്ക് ഫെല്ലർ ആകണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന് അവന്റെ ആ പ്രവൃത്തികൾ വിളിച്ചു പറയുകയാണ്. ജിനാവോ പെട്ടെന്ന് കൈ രണ്ടും ഒന്ന് ഉയർത്തി. ശരിക്കും മാജിക്കലായിട്ട് എന്തോ കാര്യം അവൻ ചെയ്യാൻ പോവുകയാണെന്ന് അവൻ ആ കൈ ഉയർത്തുന്ന കാണുന്ന ആർക്കും അറിയാം. അവിടെ ഇരിക്കുന്ന പലരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്, മാർഷൽ സെയിന്റുകളും അവിടെ ഉണ്ട്. സാക്ഷാൽ ജിയാങ് ഹീം, ഷൂ ഷിവാങ്ങും ഒക്കെ സ്ഥലത്തുണ്ട്. എല്ലാവരും എത്തിയിരിക്കുന്നത് കാലങ്ങളായി എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഫൈറ്റ് കാണാനാണ്. ആൾക്കൂട്ടത്തിനിടയിൽ സാക്ഷാൽ ഹെക്ടർ ചെങ്ങും ഉണ്ട്. കൈ ആകാശത്തേക്ക് ഉയർത്തിയ ജിനാവോ പെട്ടെന്ന് കൈ ഒന്ന് കൂട്ടിപ്പിടിച്ചതും അവന്റെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ശരിക്കൊരു മാജിക് കാണിക്കുന്ന പോലെ അവൻ കൈ ചേർത്ത് പിടിച്ചപ്പോൾ ആ കയ്യിൽ ഒരു വാളിരിക്കുകയാണ്, ഒരു കറുത്ത വാള്. ആ കറുത്ത വാള് അവൻ രണ്ട് കൈ കൊണ്ടും മാർക്ക് നേരെ അങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ്. ആ വാള് മാർക്കിന് നേരെ നീട്ടിപ്പിടിച്ച ജിനാവോ ആ വാള് പെട്ടെന്നാണ് ഒന്ന് എറിഞ്ഞത്. കത്തി എറിയുന്ന പോലെ ആ വാള് മാർക്കിന് നേരെ എറിയുമ്പോൾ ആ വാളിങ്ങനെ അന്തരീക്ഷത്തിലൂടെ കറങ്ങുകയാണ്. ആ വാള് കറങ്ങി മാർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ആ ആഫ്റ്റർ ഇമേജുകൾ സൃഷ്ടിക്കുന്ന സ്ഥലത്തൊക്കെ വീണ്ടും വീണ്ടും വാളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ആ വാളൊന്ന് കറങ്ങിയപ്പോ താഴെ ആ ഇമേജ് വന്നതും അതിവേഗത്തിൽ ആ വാള് മുകളിൽ വരുമ്പോൾ താഴെ ഒരു വാള് പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാളും കൂടി കറങ്ങി തുടങ്ങിയപ്പോൾ ശരിക്കും വാളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വല്ലാത്ത കൗതുകം ജനിപ്പിക്കുന്ന ഒരു മാജിക്കൽ ആക്ടിവിറ്റി, അങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും. ആ വാളുകൾ അതിവേഗം മാർക്കിന് നേരെ ഇങ്ങനെ പാഞ്ഞു വരുന്നതും ജിനാവോ അവന്റെ കൈ ഒന്ന് വിടർത്തി. ആ നിമിഷത്തിൽ ശരിക്കും രസകരമായ ഒരു വിന്യാസം ആ വാളുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ കറുത്ത വാളുകൾ പെട്ടെന്ന് അനവധി വാളുകളായി മാറി മാർക്കിന്റെ നേരെ പല ദിശകളിലായി മാർക്കിനെ സമീപിച്ചു. വാളുകളുടെ ഒരു കൂമ്പാരം ഉണ്ടായെന്ന് പറയാം. ആ വാളുകൾ മാർക്കിനെ പല ദിശയിൽ നിന്നും ആക്രമിക്കാനായി മാർക്കിന്റെ നേരെ അങ്ങനെ പാഞ്ഞു വരുമ്പോൾ ആ കറുത്ത വാളുകൾ ശരിക്കും നന്നായി തിളങ്ങുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ഈ കാഴ്ച ശരിക്കും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. മാർക്കിന്റെ തൊട്ടടുത്തേക്ക് ആ വാളുകൾ എത്തിയതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം ഉണ്ടായി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്കിലെ ആ സുവർണ പ്രകാശത്തിൽ തട്ടി ആ വാളുകൾ ചിതറുന്നതാണ് തുടർന്ന് നമ്മൾ എല്ലാവരും കാണുന്നത്. ആ വാളുകൾക്ക് മാർക്കിനെ തൊടാൻ പറ്റിയില്ല. മാർക്കിന്റെ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് അത്ര ശക്തമായി മാറിയിരിക്കുകയാണ്. മാർക്കിപ്പോൾ ഒരു മാർഷൽ സെയിന്റാണ്. മാർക്ക് മാർഷൽ സെയിന്റായി മാറിയപ്പോൾ മാർക്കിന്റെ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്കിന്റെ പവറും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അത് കണ്ട ജിനാവോ ഒന്ന് പുഞ്ചിരിച്ചു. ജിനാവോ മാർക്കിന്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണെന്ന് ആ പുഞ്ചിരി വിളിച്ചു പറയുകയാണ്. മാർക്കിനെ നോക്കി പുഞ്ചിരിച്ച് ജിനാവോയുടെ കൈകളിൽ നിന്ന് പെട്ടെന്നൊരു പ്രകാശം മുകളിലേക്ക് അങ്ങ് പൊങ്ങി. ഒരു നീല പ്രകാശം മുകളിലേക്ക് എങ്ങനെ പാഞ്ഞു പോയിട്ട് താഴേക്ക് അതിവേഗം തിരിച്ചു വരികയാണ്. മുകളിൽ എവിടെയോ തട്ടി തിരിച്ചു വരുന്നത് പോലെ ആ പ്രകാശം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നൂറുകണക്കിന് വാളുകളായിട്ടാണ് ആ പ്രകാശം താഴേക്ക് വരുന്നത്. ശരിക്കും പിടികളുള്ള വാളിന്റെ രൂപത്തിൽ ആ പ്രകാശത്തിന്റെ ടാർഗറ്റ് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർക്ക് നേരെ ആ വാളുകൾ താഴ്ന്നു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ബോഡി ഒന്ന് അനക്കി. ആ സമയത്ത് മാർക്കിന്റെ ബോഡിയിൽ വജ്ര ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. വജ്ര ടെക്നിക്കും അതുപോലെ സെയിന്റ്ലി ബോഡി ടെക്നിക്കും മാർക്ക് ഒരുമിച്ച് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ആ ടെക്നിക്ക് മാർക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണ്. സെയിന്റ്ലി ബോഡി ടെക്നിക്കിനെയും വജ്ര ബോഡി ടെക്നിക്കിനെയും കണക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ മാർക്ക് കണ്ടുപിടിച്ചിരുന്നു. ആ ഐഡിയ മാർക്ക് വർക്കൗട്ട് ചെയ്യാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഇപ്പോൾ വലയങ്ങളോട് കൂടിയ ഒരു സുവർണ പ്രകാശമാണ് ഉണ്ടായിരിക്കുന്നത്. അനവധി വലയങ്ങൾക്കകത്ത് മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ഒരു ഫീലാണ് കാഴ്ച കാണുന്ന ആളുകൾക്ക് കാണാൻ കഴിയുക. ശരിക്കും മാർക്കിന് തല മുതൽ കാൽപാദം വരെ അനവധി വലയങ്ങൾ, സുവർണ പ്രകാശത്തുള്ള വലയങ്ങളാണ്. വജ്ര ബോഡി ടെക്നിക്കിനെ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്കിലേക്ക് മാർക്ക് കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായി വന്ന ഒരു സീനാണ് അവിടെ കാണുന്നത്. ആ വലയങ്ങളിലേക്കാണ് ആ വാളുകൾ വന്ന് പതിച്ചത്. ആ വാളുകൾ പതിക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ശരിക്കും ഇതൊക്കെ മാജിക്കൽ ഇഫക്റ്റ് ആണ്. രണ്ടുപേരും അവിടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് കാണികൾക്ക് ഒരു കാഴ്ച ഉണ്ടാക്കുന്നു എന്ന് മാത്രം. ശരിക്കും അതിശക്തമായ ഇന്റേണൽ എനർജി രണ്ടുപേരും അവരുടെ ബോഡിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുകയാണ്. ആ ഇന്റേണൽ എനർജി കൊണ്ട് ഉണ്ടാക്കിയ വാളുകൾ മുഴുവൻ അപ്രത്യക്ഷമായതും ജിനാവോ ഒന്ന് ചാടി ഉയർന്നു. ആകാശത്തേക്ക് ചാടി ഉയർന്ന ജിനാവോ ശരിക്കും കൈ ഒന്ന് ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് കൊണ്ടുവന്നതും ആ പക്ഷി ഒരു ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറി. പെട്ടെന്ന് ആ ഡ്രാഗൺ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ഒരു ഡ്രാഗനല്ല, നൂറുകണക്കിന് ഡ്രാഗണുകൾ ഇതാ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ആ ഡ്രാഗണുകൾ പറക്കുമ്പോൾ ഡ്രാഗന്റെ ഒരു അലർച്ചയും മുഴക്കവും ചിറകടിയും ഒക്കെ കേൾക്കാം. അനവധി ഡ്രാഗണുകൾ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും
ഷൂ ഷിവാങ് ലേശം അസ്വസ്ഥനായി. ഷൂ ഷിവാങ്ങിന് അടുത്തിരിക്കുന്ന ജിയാങ് ഹി ഷൂ ഷിവാങ്ങിനോട് പറഞ്ഞു, ഹേയ് ഷിവാങ്, പേടിക്കണ്ട, മാർക്ക് അത് മറികടക്കും. ജിയാങ് ഹി അത് പറഞ്ഞ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒരു പമ്പരം പോലെ കറങ്ങുന്ന കാഴ്ചയാണ് ആളുകൾ കണ്ടത്. മാർക്കിന് നേരെ പാഞ്ഞു വരുന്ന ആ ഡിവൈൻ ഡ്രാഗണുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും എണ്ണമുണ്ട്. അവയ്ക്ക് നടുവിലായി മാർക്ക് ഫെല്ലർ ശരിക്കൊരു പമ്പരം പോലെ കറങ്ങുമ്പോൾ ആ പമ്പരത്തിൽ തട്ടി ആ ഡ്രാഗണുകൾ അറ്ററ്റ് തെറിക്കുന്ന കാഴ്ച ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഡ്രാഗണുകളെ മാർക്ക് തൊടുന്നതേയില്ല. പക്ഷെ മാർക്ക് പമ്പരം പോലെ കറങ്ങുമ്പോൾ ആ പമ്പരം തൊടുന്നതും തട്ടുന്നതുമായ സ്ഥലമൊക്കെ അറ്റുപോവുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവിടെ ഡ്രാഗണുകൾ ഇല്ലാതായി. വാളും ഡ്രാഗണും പരാജയപ്പെട്ടതും ജിനാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ സ്ട്രെങ്ത് ശരിക്കും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞിട്ട് ജിനാവോ അവന്റെ കൈ ഒന്ന് മുന്നോട്ട് ചലിപ്പിച്ചതും അതിശക്തമായ ഒരു പ്രകാശം ജിനാവോയുടെ തൊട്ടു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രകാശം പെട്ടെന്നാണ് ഒരു ചിത്രമായി രൂപമാറിയത്. ആ പാർക്കിന്റെ തന്നെ ഒരു ചെറിയ ചിത്രമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പാർക്കിൽ നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ആ ചിത്രത്തിനകത്തുണ്ട്. ശരിക്കും ഒരു വലിയ ക്യാൻവാസ് അവിടെ ഉണ്ടായെന്ന് പറയാം. ആ ചിത്രം പെട്ടെന്നാണ് മാർക്കിനെതിരെ പാഞ്ഞു വന്നത്. ഈ സംഭവത്തോട് മാർക്ക് നേരത്തെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗു ഷീഷൻ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഒരു ചെറിയ റെപ്ലിക്ക ഉണ്ടാക്കി ആ റെപ്ലിക്കകത്ത് മാർക്കിനെ പെടുത്തി മാർക്കിനെ ഡീവർ ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇപ്പോ അതേ ടെക്നിക്ക് തന്നെ ഇവിടെ ഇതാ സാക്ഷാൽ ജിനവോ ബ്ലാക്കും ഉപയോഗിക്കുകയാണ്. ജിങ്ദോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ സ്ക്രിപ്ച്വൽ ലൈബ്രറിക്കകത്തുള്ള ഏതോ പുസ്തകത്തിൽ ഉള്ള ടെക്നിക്കാണ് രണ്ടുപേരും ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഒരു സീൻ. ഇവിടെ ഈ പാർക്കിൽ വെച്ചാണ് ഫൈറ്റ് എന്ന് തീരുമാനിച്ച അതേ നിമിഷത്തിലെ ആ പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചിത്രം ജിനവോ സൃഷ്ടിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ രംഗം. പെട്ടെന്ന് ആ പാർക്ക് മാർക്കിനെങ്ങ് മൂടി. മാർക്കിനെ ആ പാർക്ക് മൂടിയതും മാർക്ക് ആ പാർക്കിലേക്ക് ആഞ്ഞിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന് ഏതാണ്ട് സെക്കൻഡുകളിൽ വേണ്ടി വന്നുള്ളൂ ആ ചിത്രത്തെ ഇടിച്ച് 4 കഷ്ണമാക്കാൻ. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിൽ ആ ചിത്രം തലങ്ങ് വിലങ്ങായി ചിതറി. ആ പാർക്ക് പൂർണ്ണമായും മാർക്കിനെ മൂടിയെന്ന് തോന്നിയ സമയത്താണ് മാർക്ക് ശക്തമായി ആ ചിത്രത്തെ ആഞ്ഞിടിച്ചത്. മാർക്ക് ജിനവോട് പറഞ്ഞു, ഏയ് ജിനവോ, ഇതൊക്കെ ഉപയോഗിച്ച് തേഞ്ഞ കാര്യങ്ങളാണ്, ഇതൊന്നും എൻ്റെ അടുത്ത് ഓടില്ല. ഗു ഷീഷൻ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ജിനവോ ഉപയോഗിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് മാർക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കേട്ടപ്പോൾ ജിനവോ ഒന്ന് ചിരിച്ചു. ആ ചിരി പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടാക്കുന്ന ചിരിയായി മാറി. അയാൾ ചിരിച്ചുകൊണ്ട് കൈയും നനയ്ക്കിയതും അയാളുടെ കൈക്കകത്തുനിന്ന് പെട്ടെന്നാണ് ഒരു വാള് പുറത്തേക്ക് വന്നത്. എവിടെ എങ്ങനെ ഒളിപ്പിച്ചിരുന്ന വാളാണ് അതെന്ന് പറയാൻ പറ്റാത്ത ശൈലിയിൽ ആ വാള് അവന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവന്റെ മാന്ത്രിക ആർട്ടിഫാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നതാണോ അതോ അവൻ മാന്ത്രികമായി സൃഷ്ടിച്ചതാണോ ആ വാളെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ വാളിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു കൊടുവാള് പോലെ വളഞ്ഞായിരിക്കുന്നത്. ആ കൊടുവാള് പോലെ വളഞ്ഞിരിക്കുന്ന വാളിലേക്ക് പെട്ടെന്നാണ് ജിനവോ ഒന്ന് തുപ്പിയത്. അവൻ അതിശക്തമായ ആ വാളിലേക്ക് അങ്ങനെ തുപ്പിയതും ചുവപ്പ് നിറത്തുള്ള ആ രക്തം ആ വാളിലെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് വന്നു വീണു. ആ വാളിലെ രക്തം വീണ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ കണ്ണ് ഒന്ന് മങ്ങിയെന്ന് പറയാം. കാരണം ആ വാള് ആ രക്തവുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. എമിലി ബ്ലാക്കിന്റെ രക്തമാണ് യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ ജിനവോ ബ്ലാക്ക് പുറത്തേക്ക് തുപ്പിയത്. എമിലി ബ്ലാക്കിന്റെയും മാർക്ക് ഫെല്ലറുടെയും രക്തം ജിനവോയുടെ ശരീരത്തിലുണ്ടെങ്കിലും ആ രക്തങ്ങൾ ജിനവോയുടെ രക്തത്തിനൊപ്പം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജിനവോയ്ക്ക് എമിലിയുടെ രക്തത്തെ അങ്ങനെ പുറത്തേക്ക് തുപ്പാൻ പറ്റിയത്. ആ രക്തം കൊണ്ട് പല ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയ ജിനവോ ആ രക്തം ആ വാളിലേക്ക് ഒരു മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത് തുപ്പുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ആ വാളുമായി മുന്നോട്ട് കുതിക്കുന്ന എമിലി ബ്ലാക്കിനെയാണ്. മാർക്കിന്റെ മനസ്സിനെ ഒരു നിമിഷം ഒന്ന് ചഞ്ചലമാക്കാനുള്ള ഉദ്ദേശമേ ജിനവോയ്ക്കുള്ളൂ. ഈ കഥ നേരത്തെ കണ്ടിട്ടുള്ള കക്ഷിയാണ് മാർക്ക്. ഹെക്ടർ ചെങ് ഇത് അനവധി തവണ മാർക്കിന് നേരെയും ചാങ് മാങ്ങിന് നേരെയും ഹെക്ടർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഹെക്ടറിൽ നിന്ന് ഈ സംഭവം ജിനവോ പഠിച്ചതായിരിക്കുമെന്ന് അത് കണ്ടതും മാർക്കിന് തോന്നി. മാർക്ക് കണ്ണെന്ന് അടച്ചു പിടിച്ചിട്ട് ഒരൊറ്റ പഞ്ച് ഇടിക്കുന്നത് എമിലി ബ്ലാക്കിനെ ആയതുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ കണ്ണങ്ങ് അടച്ചത്.
അടുത്ത നിമിഷത്തിൽ ഒരു വൻ സ്ഫോടനത്തോടുകൂടി ആ വാളും ആ മാന്ത്രിക സംവിധാനങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി. തന്റെ ആ സൃഷ്ടിയെ മാർക്ക് ഫെല്ലർ ഇടിച്ചു തെറിപ്പിക്കുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഹെക്ടർ ടിങ്ങും കണ്ടു. അവൻ പല്ലുകൾ അങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ അവന്റെ ബോഡിയിലെ ആ പരുഷമായ ശബ്ദം അവനോട് പറഞ്ഞു, ഹെക്ടർ അടങ്ങ്, സമയമായിട്ടില്ല. മാർക്ക് ഫെല്ലറെ നേരിടാൻ ഹെക്ടർക്ക് സമയമായിട്ടില്ല എന്ന പരുഷ ശബ്ദം ഹെക്ടറോട് പറയുമ്പോൾ ജിനവോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും അവൻ ഒരുപാട് പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവന്റെ ഓരോ ആക്ടിവിറ്റിയും വിളിച്ചു പറയുകയാണ്. മാർക്കിനെ കൊല്ലും, അത് അവൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. മാർക്കിന്റെ മരണം നാടായ നാട് മുഴുവൻ കാണുകയും വേണം. അതുകൊണ്ട് കൂടിയാണ് അവൻ ആ പാർക്കിൽ ആ പരിപാടി നടത്തുന്നത്. അവന്റെ ആ വാള് ചിതറിത്തെറിച്ചതും ജിനവോ വീണ്ടും അടുത്ത തന്ത്രവുമായി ഇറങ്ങി. ഇപ്രാവശ്യം ജിനവയുടെ ആ 10 വിരലിൽ നിന്നും അനവധി അമ്പുകൾ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ആ അമ്പുകൾക്ക് പലതരത്തിലുള്ള നിറവ്യത്യാസമുണ്ട്. അവ പലതരത്തിലുള്ള മാന്ത്രിക മായാജലങ്ങളാണ് മാർക്കിന് മുന്നിൽ സൃഷ്ടിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ ആ അമ്പുകൾ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ മാർക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ ഇടി. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിൽ ആ മാന്ത്രിക അമ്പുകൾ അവസാനിച്ചതും മാർക്ക് ജിനവോട് പറഞ്ഞു, ജിനവോ ഇനി എന്റെ ടേൺ. ഈ ഫൈറ്റ് തുടങ്ങിയതിന് ശേഷം ജിനവോയാണ് ആക്രമണം നയിച്ചുകൊണ്ടിരുന്നത്. മാർക്ക് ഡിഫെൻഡ് ചെയ്യായിരുന്നു. മാർക്ക് ഇതാ അതിനൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞ ആ നിമിഷം തന്നെ മാർക്ക് ആ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് എസ് ലെറ്ററിൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ജിനവയുടെ തൊട്ടു മുന്നിലെത്തി. എന്താണ് സംഭവിക്കുന്നത്? ജിനവയ്ക്ക് പിടികിട്ടും മുമ്പ് ജിനവയുടെ തൊട്ടു മുന്നിൽ ഇതാ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. ജിനവയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് മാർക്ക് കൈവീശൊരു ഒറ്റ ഇടി. ഇടിയേറ്റ് ജിനവോ താഴേക്ക് വീണു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ ഇടി. ജിനവോ ഒരു മാർഷൽ സെയിന്റ് ആയിട്ട് പോലും അപ്രതീക്ഷിതമായ ആ ഇടി താങ്ങാൻ തടുക്കാൻ ജിനവോയ്ക്ക് പറ്റിയില്ല. താഴെ വീണ ജിനവോ പക്ഷെ പെട്ടെന്ന് ചാടി എണീറ്റു. അവൻ അതിവേഗം മാർക്കിനടുത്തുനിന്ന് ദൂരേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് ആ ഹെവൻലി ഫോളിംഗ് സ്പേസ് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ആ മാന്ത്രിക സ്പെല്ലിനകത്ത് പെട്ടുപോയ ജിനവോ ഓടി മാറാൻ പറ്റാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും മാർക്ക് ജിനവോയുടെ അടുത്തെത്തി ആഞ്ഞൊരൊറ്റ ഇടി. ഈ സമയത്ത് ജിനവോ മാർക്കിന്റെ ആ ഇടി പ്രതിരോധിച്ചു. പക്ഷെ മാർക്കിന്റെ അതിശക്തമായ പഞ്ചുകൾ തുരുതുരാ ജിനവോയുടെ പുറത്തു വീണു. ഇടിയേറ്റ് ജിനവോ ശരിക്കും കുഴങ്ങുന്നത് പോലെ കാണുന്ന കാണികൾക്ക് തോന്നി. ആ കാഴ്ചയ്ക്കനുസരിച്ച് ആളുകൾ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ മാർക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ജിനോവയ്ക്ക് പറ്റില്ലെന്ന്. ജിനോയുടെ എല്ലാ മാന്ത്രിക സ്പെല്ലുകളും മാർക്ക് തകർത്തു. ഇതാ യഥാർത്ഥ ഫൈറ്റ് നടക്കുകയാണ്. ആളുകൾ റണ്ണിംഗ് കമന്ററി പറയും പോലെ ഡയലോഗ് പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ 2 കൈകളും മഴ പെയ്യും പോലെ ജിനോയുടെ പുറത്തേക്ക് പാഞ്ഞിറങ്ങിയാണ്. ജിനവോ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടിയേറ്റ് ജിനവോ നിന്ന സ്ഥലം ശരിക്കും കുഴിഞ്ഞു തുടങ്ങി. ശക്തമായ പഞ്ചാണ് മാർക്ക് കൊടുക്കുന്നത്. അതിശക്തമായ പഞ്ച് ജിനവോ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കാലുകൾ അവൻ തറയിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ അവിടെ കൊഴിഞ്ഞു പോകുന്നതാണ്. ആ ഭാഗത്തുനിന്ന് മണ്ണും പൊടിയൊക്കെ ചിതറിത്തെറിക്കുകയാണ്. മാർക്ക് ഫെല്ലർ താഴേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ജിനവോയെ വീണ്ടും വീണ്ടും ആഞ്ഞിടിക്കുകയാണ്. ആ ഇടി ഒരു നിശ്ചിത സമയമായതും ശരിക്കും ഒരു വലിയ കുഴിയിലേക്ക് ജിനവോ പെട്ടു. ഈ കാഴ്ച ശ്വാസം വിടാതെ കണ്ടു നിൽക്കുകയാണ് സകല ആളുകളും. ആളുകൾക്ക് ആ കാഴ്ച കാണാം. ഏകദേശം ഒരു 4-5 അടി താഴ്ചയിലേക്ക് ആ ഭാഗം മുഴുവൻ കുഴിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് മണ്ണൊക്കെ ചിതറിത്തെറിച്ചപ്പോൾ ജിനവോ ആ ചിതറിത്തെറിച്ച മണ്ണ് പോയ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. ജിനവയുടെ മുഖത്തും ദേഹത്തുനിന്നൊക്കെ ചോര ഒലിക്കുന്നുണ്ട്. മാർക്കിന്റെ ഇടിയിൽ പലതും ജിനവയുടെ മുഖത്താ പതിച്ചിരിക്കുന്നത്. അവന്റെ മുഖം ആകെ വിണ്ട് കീറിയിരിക്കുകയാണ്. ഇടിയേറ്റ് മുഖമൊക്കെ പന്നിയുടെ മുഖം പോലെ ആയിട്ടുണ്ട്. ഈ കാഴ്ച കണ്ട സകലരും അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറെയും ജിനവും നോക്കുമ്പോൾ മാർക്ക് ജിനവോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാതെ വെച്ചത് നീ എമിലിയുടെ ബന്ധുവായതുകൊണ്ടാണ്. പക്ഷെ നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അത് എൻ്റെ ആ തീരുമാനത്തെ മാറ്റും. അത് കേട്ടതും ജിനവോ ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നീ പറയുന്നത് കേട്ടാത്തോന്നും നീ അങ്ങ് വിജയിച്ചു എന്ന്. മാർക്ക്, നിന്റെ ആ വിചാരം, ആ തോന്നൽ, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞ ജിനവോ ബ്ലാക്ക് പെട്ടെന്നാണ് ആ കുഴിയിലേക്ക് അങ്ങ് വീണത്. അവൻ കുഴിയിൽ വീണ ഒന്ന് കറങ്ങി. ഒരു എലി കുഴിക്കെടുത്തത് ഉരുളും പോലെ അവൻ ആ കുഴിയിൽ കിടന്ന് ഉരുണ്ട് ചാടി എണീക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലറും ചുറ്റുമുള്ള ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ജിനവോയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ജിനവോ ആ കുഴിയിൽ നിന്ന് ചാടി കരയിലേക്ക് കയറി. ആ കരയിൽ നിൽക്കുന്ന ജിനവോയെ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ ഒന്ന് നോക്കി പോവുകയാണ്.
കാരണം ജിനാവോയുടെ ദേഹം മുഴുവൻ ഭസ്മം കൊണ്ട് മൂടിയതുപോലെയാണ് ഇപ്പോൾ. അവൻ യഥാർത്ഥത്തിൽ താഴെ കുഴി കിടന്ന് മറിയുമ്പോൾ അവന്റെ പുറത്ത് പറ്റേണ്ടത് ചെളിയും മണ്ണുമൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന അതൊന്നുമല്ല, ശരിക്കും ഭസ്മമാണ് അവന്റെ പുറത്ത്. മാർക്ക് ഫെല്ലറുടെ ആ അമ്പരപ്പ് ജിനാവോ വല്ലാതങ്ങ് ആസ്വദിച്ചു. ഹേയ് മാർക്ക്, നീ എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? നീ എന്താ ഞെട്ടിയോ? അത് കേട്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. ഏയ് ജിനാവോ, നീ എന്താടേ ദേഹം മുഴുവൻ ഭസ്മം വരെ തേച്ചിരിക്കുന്നത്? വട്ടാകും എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതുപോലൊരു വട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും കുഴിയുടെ ഇക്കരെ നിൽക്കായിരുന്ന ജിനാവോ പെട്ടെന്ന് ആ കുഴിയുടെ മുകളിലേക്ക് മാർക്കിന്റെ അടുത്തേക്ക് ഒന്ന് ജമ്പ് ചെയ്തു. മാർക്കിന്റെ അടുത്തേക്ക് ആ ജിനാവോ ബ്ലാക്ക് ജമ്പ് ചെയ്ത് വരുമ്പോൾ മാർക്ക് കൗതുകത്തോടെ ജിനാവോ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കിനടുത്തെത്തിയ ജിനാവോ മാർക്കിനെ ആഞ്ഞൊന്ന് ഇടിച്ചത്. മാർക്ക് തിരിച്ച് സ്വാഭാവികമായും ആ ഇടി ഡിഫെൻഡ് ചെയ്തു. പക്ഷെ ഡിഫെൻഡ് ചെയ്ത മാർക്ക് ജനത്തെയാണ് ഞെട്ടിച്ചത്. മാർക്ക് ഫെല്ലർ ഏകദേശം 10 അടി ദൂരേക്ക് തെറിച്ചു. ഇതുവരെ മാർക്കിന്റെ ഇടിയേറ്റ് കൊല്ലപ്പെടാറായിരുന്ന ജിനാവോ ഇതാ ദേഹം മുഴുവൻ ഭസ്മം വാരി പൂശി രംഗത്ത് വന്നപ്പോൾ അവന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ദൂരേക്ക് തെറിച്ചു വീണ മാർക്ക് ഫെല്ലർ ചാടി എണീക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ട്. മാർക്ക് ശ്രദ്ധാപൂർവം ജിനാവോ നോക്കുമ്പോൾ ജിനാവോ മാർക്കിനടുത്തേക്ക് പാഞ്ഞെത്തി. വീണ്ടും മാർക്കിന് ഒരു ഒറ്റ ഇടി. മാർക്ക് പിന്നെയും തെറിച്ചു വീണ സ്ഥലത്തേക്ക് ജിനാവോ പറന്നെത്തുകയായിരുന്നു. ജിനാവോ വീണ്ടും മാർക്കിന് ഒറ്റ ഇടി. മാർക്ക് അവിടെ നിന്ന് പിന്നെയും തെറിച്ചു. ആളുകൾക്ക് ആ കാഴ്ച കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ഡിഫൻസിലായിരുന്നു ജിനാവോ ബ്ലാക്ക്. ഇതാ ജിനാവോ അറ്റാക്കിംഗ് മോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടിയേക്കുന്ന മാർക്ക് തെറിച്ച് പോവുകയാണ്. ഈ കാഴ്ച കണ്ട ഷൂ ഷിവാൻ ജിയാങ്ഹിയോട് പറഞ്ഞു, ജിയാങ്ഹി, ഇത് പ്രശ്നമാവുമല്ലോ. ഏയ്, എന്ത് പ്രശ്നം? മാർക്ക് അവനെ ഒന്ന് അളക്കുന്നതല്ലേ. അല്ല, ഈ ജിനാവോയ്ക്ക് എങ്ങനെയാ ശക്തി കൂടിയത്? ഷൂ ഷിവാങ് അങ്ങനെ ചോദിച്ചതും ജിയാങ്ഹി ഷൂ ഷിവാങ്ങിനോട് പറഞ്ഞു, അത് ഭസ്മമല്ലേ. ആ ഭസ്മം ശരിക്കും എല്ല് പൊടിഞ്ഞുണ്ടായതാണ്. എന്റെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ അതിന്റെ പിന്നിൽ ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലെ ടോറസ് ആണ്. മാർക്ക് ഫെല്ലറെ പരാജയപ്പെടുത്താൻ ജിനാവോ ബ്ലാക്കിനോട് സഹകരിക്കാമെന്ന് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ആ ടോറസ് പറഞ്ഞിരുന്നു. ടോറസ് വെറുതെ പറഞ്ഞതല്ല ആ കാര്യം. ടോറസ് ജിനാവോ ബ്ലാക്കിന് ഒരു മാന്ത്രിക ആയുധം സംഭാവന ചെയ്തിരുന്നു. അത് ഒരു വളയാണ്. ആ വള ആ തറയിൽ വീണ് ഉരുണ്ട സമയത്ത് ജിനാവോ ശരിക്കും പൊട്ടിച്ചിരുന്നു. അത് പൊട്ടിക്കുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജിനാവോ ആ കുഴിയിൽ ഒന്ന് ഉരുണ്ടത്. ആ വള പൊട്ടിച്ചതും ആ വളയുമായി കണക്ട് ചെയ്ത ഭസ്മമാണ് ജിനാവോയുടെ ദേഹം മുഴുവൻ നിറഞ്ഞത്. ശരിക്കും ആ ഭസ്മം ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്തുനിന്ന് ടോറസ് കളക്ട് ചെയ്തതാണ്. അവിടെ ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്ത് എങ്ങനെയാണ് ഭസ്മം ഉണ്ടായെന്നുള്ള കാര്യം മാർക്ക് കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ മാസ്ക് വെച്ച സ്ത്രീ കൈ ഒന്ന് അനക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല എല്ലും കൂടങ്ങളും പൊടിഞ്ഞ് ഭസ്മമായിരുന്നു. ആ ഭസ്മത്തിന് ശരിക്കും അൺബിലീവബിൾ ആയുള്ള ശക്തി ഉണ്ടെന്ന് ടോറസിന് അറിയാം. ടോറസ് ആ ഭസ്മമാണ് ഒരു വളക്കകത്ത് നിറച്ചത്. ആ വള പൊട്ടിച്ചപ്പോഴാണ് ആ ഭസ്മം ഇപ്പോ ജിനാവോയുടെ ബോഡി മുഴുവനായത്. ഇപ്പോൾ ജിനാവോയുടെ പുറത്തുള്ളത് മൈറ്റി ലെവലിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളുടെ എല്ല് പൊടിഞ്ഞ പൊടിയാണ്. അതിൻ്റെതായ പവറാണ് ജിനാവോയ്ക്ക് ഉള്ളത്. മാർക്ക് ഫെല്ലർ ഓരോ ഇടിയിലും തെറിക്കുമ്പോൾ ജിനാവോയുടെ ആവേശം കൂടിക്കൂടി വരികയാണ്. ഈ സമയത്ത് ആളുകളുടെ കമന്റുകൾ മാറുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ജിനാവോ നമ്പർ 1 ആണെന്ന്. ജിനാവോയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. മാർക്ക് ഫെല്ലർ വെറുതെ നമ്മൾ മോഹിപ്പിച്ചതാണ്. പെട്ടെന്നാണ് ആളുകൾ പ്ലേറ്റ് മാറ്റി വെക്കുന്നത്. ഏത് ഭാഗമാണ് ജയിക്കുന്നത് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സംഭാഷണ ശൈലി ആളുകൾ അങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ സംഭാഷണം അങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. ഇതിലൊന്നും പങ്കെടുക്കാതെ ശരിക്കും ആകാംക്ഷയോടെ ആ ഫൈറ്റ് നോക്കിക്കാണുന്ന ആളുകൾ മാർക്കിന്റെ സുഹൃത്തുക്കളും അതുപോലെ വേറെ ആളുകളൊക്കെ ഉണ്ട്. ജിയാങ്ഹി അപ്പോഴും ശാന്തനായി ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അനവധി തവണ ആ ഇടി ആവർത്തിച്ചതും മാർക്ക് ഫെല്ലർ ഒന്ന് എണീറ്റ് നിന്നു. മാർക്ക് ഫെല്ലർ എണീറ്റ് നിൽക്കുന്ന കണ്ടതും ജിനാവോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഇപ്പോ ജീവിക്കാനുള്ള ആഗ്രഹം അവസാനിച്ച് കാണുമെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിനാവോ ബ്ലാക്ക് മുന്നോട്ട് കുതിച്ച് മാർക്കിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരൊറ്റ ഇടി. അതിശക്തമായ പഞ്ച് മാർക്കിന്റെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ആ കയ്യിലെങ്ങ് പിടിച്ചു. ഇതുവരെ ഇടിയേറ്റ് തെറിച്ചുകൊണ്ടിരുന്ന മാർക്ക് ഫെല്ലർ ആ കയ്യിലൊന്ന് പിടിച്ചപ്പോൾ ജിനാവോയ്ക്ക് വല്ലാത്ത അതിശയം. അവൻ കൈ പിൻവലിക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. മാർക്ക് ആ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കിന്റെ ആ ബോഡി ഒന്ന് അനങ്ങിയത്. ജിനാവോയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മാർക്കിന്റെ ആ ബോഡിക്ക് ചുറ്റുമായി ആ വജ്ര
ബോഡിയും സെയിൻലി ബോഡിയും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും നേരത്തെ കേട്ടതുപോലെ ആ സുവർണ റിങ്ങുകൾ ഉണ്ടായി. മാർക്ക് ഫെല്ലറുടെ ഒരു കൈ ഇപ്പോഴും ജിനോവയെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്റെ മുന്നിൽ മാർക്ക് ഫെല്ലറിൽ അനവധി ആ വലയങ്ങൾ ഉണ്ടായത് കണ്ടപ്പോൾ ജിനോവോ ഒന്ന് പതറിയോ എന്ന് സംശയം. അവന്റെ ഇടം കൈ ഉപയോഗിച്ച് മാർക്കിനെ പഞ്ച് ചെയ്യാൻ ശ്രമിച്ചതും മാർക്ക് ആ ഇടം കൈയിലും പിടിച്ചു. അവന്റെ രണ്ട് കൈയും മാർക്ക് ഫെല്ലറുടെ കയ്യിലാണ്. മാർക്ക് ആ രണ്ട് കൈയും പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷനിലെ ടോറസിന്റെ കയ്യിൽ നിന്ന് ഒരു മാന്ത്രിക സ്പെല്ലും വാങ്ങിച്ച് എന്നെ അങ്ങ് തോൽപ്പിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണല്ലേ. ജിനോവോ, അതിന് വെച്ച് വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേ. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും മാർക്ക് ജിനോവോയെ ആ രണ്ട് കൈ കൊണ്ട് എടുത്തങ്ങ് ഉയർത്തി. ശരിക്കും അതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി. കസേര തറയിൽ എടുത്ത് മുകളിലേക്ക് ഉയർത്തും പോലെ ജിനോവോ ബ്ലാക്കിനെ മാർക്ക് ഫെല്ലർ എടുത്തങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ച മാർക്ക് ഒരച്ചയാടി സകല ആളുകളും അറിയാതെ കണ്ണുപൊത്തി പോവുകയാണ്. ലൈറ്റനിങ് വേഗതയിൽ ആകാശത്ത് നിന്ന് ജിനോവോ ബ്ലാക്ക് താഴേക്ക് എങ്ങനെ പതിച്ചു. താഴേക്ക് പതിച്ച് ജിനോവോയുടെ പുറത്തുണ്ടായിരുന്ന ആ ഭസ്മമൊക്കെ ചിതറി തെറിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോ അവന്റെ ബോഡിയിൽ രക്തത്തിന്റെ കളറേ ഉള്ളൂ. അവന്റെ ബോഡിയിൽ എവിടെയൊക്കെ പൊട്ടി എവിടെയൊക്കെ ഒടിഞ്ഞു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ശൈലിയിൽ അവന്റെ ബോഡി ആകെ നുറുങ്ങിയിരിക്കുകയാണ്. ജിനോവോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ഒന്ന് കുനിഞ്ഞിട്ട് ജിനോവോയെ വലിച്ചു പൊക്കിയെടുത്തു. ശരിക്കും അവനെ തറയിലേക്ക് അടിച്ചപ്പോൾ ആ അടി ജിനോവോ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവനൊരു മാർഷൽ സെയിന്റാണ്. ഉരുക്കുമുള്ള ബോഡിയൊക്കെയാണ് അവനുള്ളത്. പക്ഷേ അതേ ഉരുക്ക് ബോഡിയുള്ള മാർക്ക് ഫെല്ലർ അവനെ എടുത്തിങ്ങനെ തറയിലടിച്ചപ്പോൾ അവന്റെ എല്ലും ബോഡിയൊക്കെ ഏതാണ്ട് നുറുങ്ങിയെന്ന് പറയാം. മാർക്ക് ഫെല്ലർ അവനെ എടുത്ത് പൊക്കിയിട്ട് ഇടത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി. ശരിക്കും ജിനോവോ ആ ഇടിയിൽ അങ്ങ് പറക്കുകയാണ്. നേരത്തെ മാർക്ക് ഫെല്ലർ പറന്നതുപോലെ ജിനോവോ പറന്നു വീഴുമ്പോൾ അവന്റെ വായിക്കൂടി രക്തം ഒഴുകുന്നുണ്ട്. രക്തം ഒഴുകുമ്പോഴും അവൻ ചാടി എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ തോക്കോടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും എന്തോ സ്പെൽ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചതും മാർക്ക് ആ ലൈൻ ഫോർമുലയിൽ അവന്റെ അടുത്തെത്തി. ജിനോവയ്ക്ക് ആ സ്പെൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് മാർക്കിന്റെ കൈകൾ പറ വീണ്ടും ജിനോവയുടെ ബോഡി പതിച്ചു. എവിടേക്കാണ് ആ ഇടി വീണതെന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും പറയാൻ കഴിയാത്ത അത്ര വേഗതയിലാണ് മാർക്കിന്റെ ആ രണ്ട് കൈകളും മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു കയറിയത്. തുരുതുര മാർക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റ് ജിനോവോ താഴേക്ക് വീണു. ഈ സമയത്ത് ഹെക്ടർ ടെങ് ചാടി എണീറ്റു. ഹെക്ടർ ചാടി എണീറ്റതും ഹെക്ടറുടെ ബോഡിക്കകത്തുള്ള ആ പരുഷ ശബ്ദം ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ അടങ്ങ്, ഏയ് ഞാൻ അവനെ സഹായിക്കണം. ഹെക്ടർ, മാർക്ക് ഇപ്പോ അതിശക്തനാണ്. ഈ സമയത്ത് നീ ഇടപെട്ടാൽ നീ കൊല്ലപ്പെടും. സമയമാവുമ്പോ മാർക്ക് ഫെല്ലർ നേരിടാൻ താൻ കൂടെ കൂടാമെന്നാണ് ഹെക്ടർ ടെങ് യഥാർത്ഥത്തിൽ ജിനോവോ ബ്ലാക്കിന് വാക്ക് കൊടുത്തിരുന്നത്. പക്ഷെ ആ വാക്ക് പാലിക്കണ്ട എന്നാണ് ആ പരുഷ ശബ്ദം ഹെക്ടർ ടെങ്ങിനെ ഉപദേശിക്കുന്നത്. ഹെക്ടർ ശരിക്കും അസ്വസ്ഥതയോടുകൂടി അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട് തറയിൽ മലർന്നു കിടക്കുന്ന ജിനോവോ ബ്ലാക്കിന്റെ നെഞ്ചിലേക്ക് മാർക്ക് ഇങ്ങനെ ആഞ്ഞ് ചവിട്ടുകയാണ്. ജിനോവയുടെ ആ നെഞ്ചിലേക്ക് ആഞ്ഞ് മാർക്ക് ചവിട്ടിയതും ജിനോവയുടെ വായിന്ന് ഒത്തിരി രക്തമാണ് പുറത്തേക്ക് ചാടിയത്. ഈ സമയത്താണ് ആ പാർക്കിലേക്ക് ഒരു കാറ് പാഞ്ഞു വന്നത്. കാറ് വന്നു നിന്നതും അതിനകത്ത് നിന്ന് ഒരാൾ ഇറങ്ങിയതും ആ ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓടുന്നതും ആളുകളൊക്കെ കണ്ടു. അയാൾ ഓടി വരുന്നത് മാർക്ക് ഫെല്ലർക്കും ജിനോവയ്ക്കും അടുത്തേക്കാണ്. ഓടി വരുന്നതിനിടയിൽ തന്നെ അയാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, മാർക്ക് അരുത്, അവനൊന്നും ചെയ്യരുത്. മാർക്കിന്റെ കാല് ജിനോവയുടെ നെഞ്ചിലിരിക്കുകയാണ്. അപ്പോഴാണ് ഓടി വന്ന ആള് അത് പറഞ്ഞത്. അത് കണ്ടതും മാർക്ക് അയക്ക് നേരെ തിരിഞ്ഞു. ഏയ് ഷാൻഹായ്, നിന്റെ മകനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ടതും ഷാൻഹായ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഏയ് ഷാൻഹായ്, നിന്റെ മകനെ കൊല്ലാൻ എനിക്ക് 100,000 കാര്യങ്ങളുണ്ട്. എമിലി ബ്ലാക്കിനെ ഇവൻ ദ്രോഹിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ദ്രോഹിച്ചിട്ടുണ്ടാവില്ല. ആ ഇവനെ ഞാൻ കൊല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നോട് മാപ്പ് പറയണം. വെറുതെ മാപ്പ് പറഞ്ഞാൽ പോരാ, ഇവിടെ ഈ പുരുഷാരൂപം മുഴുവൻ നോക്കി നിൽക്കി മുട്ടുകുത്തി എന്നോട് മാപ്പ് പറയണം. പൈറോയിലെ സകലരും അറിയുന്ന ബ്ലാക്ക് കുടുംബത്തിന്റെ ദൊണാൻജോളി ഷാൻഹായി ആ ജനം മുഴുവൻ നോക്കി നിൽക്കി മുട്ടുകുത്തി മാപ്പ് പറയണമെന്ന് മാർക്ക് പറഞ്ഞതും ഷാൻഹായി ഒന്ന് നടുങ്ങി. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ എന്തായി പറയുന്നത്? ഞാൻ മാപ്പ് ഷാൻഹായി സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കാലൊന്ന് ഉയർത്തിയതും ഷാൻഹായി അയാൾ പോലും അറിയാതെ താഴേക്ക് വീണു പോവുകയാണ്. ശരിക്കും അയാൾ മുട്ടടിച്ച് താഴേക്ക് വീണു.
മാർക്കിന്റെ ആ കാല് ജിനാവോയുടെ നെഞ്ചിൽ വീണ്ടും പതിച്ചാൽ ജിനാവോ ഒരു ഓർമ്മ മാത്രമായി മാറുമെന്ന് ഷാൻഹായിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അയാൾ മുട്ടടിച്ച് താഴേക്ക് വീണ ഷാൻഹായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ക്ഷമിക്കണം, സോറി ക്ഷമിക്കണം, എന്റെ മകനെ ഒന്നും ചെയ്യരുത്, എന്റെ മകനെ വെറുതെ വിടണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുന്ന ഷാൻഹായിയുടെ ചിത്രം അനവധി ക്യാമറകളിലാണ് ആ സമയത്ത് പതിഞ്ഞത്. ഇതൊരു അസുലഭ അവസരമാണ്. സകല അധികാരങ്ങളും കൈയാളുന്ന അഹങ്കാരത്തിന്റെ അവസാന വാക്കായ സാക്ഷാൽ ഷാൻഹായി പരസ്യമായി മുട്ടുകുത്തി മാപ്പ് പറയുമെന്ന് ഒരാളും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആ കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാനായി മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയുന്ന ഷാൻഹായിയുടെ ചിത്രം ശരിക്കും ഹൃദയഭേദകമായ ഒരു ചിത്രമാണ് അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്. എന്നാൽ മറ്റു പലർക്കും വല്ലാത്തൊരു ആഹ്ലാദമുണ്ടാക്കിയ ചിത്രമാണത്. അമ്പലപ്പോടെ ആളുകൾ വീഡിയോയിലും സ്റ്റില്ലുമായിട്ടൊക്കെ ആ ചിത്രം അങ്ങനെ പകർത്തുമ്പോൾ മാർക്ക് ഫെല്ലർ കാല് ഒന്ന് ഉയർത്തി. അയാൾ ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, നീ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഷാൻഹായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ അഹങ്കാരം. അയാൾ അത്രേ പറഞ്ഞുള്ളൂ. ആ നിമിഷത്തിൽ മാർക്ക് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, ഇനി വാ തുറന്നാൽ നിന്നെ ഞാനിപ്പോ കൊല്ലും. ആ വാക്കുകൾ മാർക്ക് പറയുമ്പോൾ മാർക്ക് അത് ഉദ്ദേശിക്കുന്നുവെന്ന് അവന്റെ മുഖം വിളിച്ചു പറയുകയാണ്. ഷാൻഹായി ശരിക്കും വിറച്ചു പോവുകയാണ്, വിരണ്ടു പോവുകയാണ്. ഷാൻഹായി വാ അടച്ചു പിടിച്ചിട്ട് ഓടി വന്ന് ജിനാവെ കോരിയെടുത്തു. ഈ സമയത്ത് അയാളുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറും ഒക്കെ ഓടിയെത്തിയിട്ടുണ്ട്. അയാളുടെ ബോഡി ഗാർഡുകളും ഉണ്ട്. ആ ബോഡി ഗാർഡുകളൊക്കെ ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് ജിനാവെ തൂക്കിയെടുത്ത് കാറിലേക്ക് കയറ്റി. ജനം അങ്ങനെ നിശബ്ദരായി ആ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ ആ കാറ് അതിവേഗം അവിടെ നിന്ന് പാഞ്ഞു പോവുകയാണ്. മാർക്ക് ഫെല്ലർ ആ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. മുഴുവൻ ആളുകളെയും മാർക്ക് ഒന്ന് സ്കാൻ ചെയ്തു എന്ന് പറയാം. അതിനുശേഷം മാർക്ക് ഉറക്കെ അവരോട് ചോദിച്ചു, ഇനി ആരാ എന്നെ നേരിടുന്നത്? ആ ചോദ്യം മാർക്ക് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഹെക്ടർ ടിങ് സ്ഥലം വിട്ടിരുന്നു. ഹെക്ടർ സ്ഥലം വിട്ടില്ലെങ്കിൽ മാർക്കിന്റെ കണ്ണുകൾ ഹെക്ടറിൽ പതിയുമെന്ന് ഹെക്ടറുടെ ബോഡിയിലുള്ള ശബ്ദം ഹെക്ടറോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ വേഗം ഓടി മാറിയത്. ആ ശബ്ദം അങ്ങനെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോ മാർക്ക് ഹെക്ടറെ കണ്ടനെ. മാർക്കിന്റെ ചോദ്യം കേട്ടതും അനവധി മിസ്റ്റിക് വേർഡുകൾ പ്രതികരിച്ച് അവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ തലയങ്ങ് താഴ്ത്തി. മാർക്കിനോട് എതിരിടാനുള്ള കപ്പാസിറ്റി ആ പൈറോയിൽ ആർക്കുമില്ല എന്ന് ആ ആൾക്കൂട്ടത്തിന്റെ ആ നിശബ്ദത വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് സെക്കൻഡ് മിസ്റ്റിക് വേർഡിനകത്ത് മീശ കുഴിച്ചു ഒരു സാധനം കണ്ടു, ഒരു വലിയ ജാറ്. ആ ജാറുമായി മീശ ആ കുഴിന്ന് പുറത്തെത്തിയപ്പോൾ ഒരാള് അവിടെ ഓടി വന്ന ആള് മീശയോട് പറഞ്ഞു, ഹേയ് മീശ, ആ ജാറിങ് എനിക്കിതാ. സ്കൈ ബ്ലഡ് റെയിൻബോ, ഈ ജാറ് ഞാനെന്തിനാ നിനക്ക് നൽകുന്നത്? മീശ, ആ ജാർ എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എന്തും തരാം. ഓഹോ, എന്തും തരുമോ? ശരി, എന്നാ ഒരു കാര്യം ചെയ്യും. ട്രിബുലേഷൻ ലെവലിലുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു മാർഷൽ ആർട്ടിഫാക്ട് എനിക്ക് താ. മാർഷൽ സെയിന്റ്, അതിനുശേഷം മൈറ്റി ലെവല്, ഓൾ മൈറ്റി ലെവല്, ട്രൂ സെയിന്റ്, റിവേർഷൻ ഓയിഡ് സ്റ്റേജ്, പിന്നെ ട്രിബുലേഷൻ സ്റ്റേജ്. ഇങ്ങനെയാണ് ആ ലെവലുകൾ പോവുക. ഏറ്റവും അവസാനത്തെ ലെവലാണ് ട്രിബുലേഷൻ സ്റ്റേജ്. അത് തന്നെ 9 സ്റ്റേജാണ്. ആ ട്രിബുലേഷൻ സ്റ്റേജിലുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ആയുധമാണ് ഇപ്പോ മീശ ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷന്റെ ആ ടോറസിനോട് ചോദിച്ചത്. അത് കേട്ടതും ടോറസ് ആകെ പതറിപ്പോയി. മീശ, നീ എന്താ ചോദിക്കുന്നത്? അതൊക്കെ എനിക്കെങ്ങനെ തരാൻ പറ്റും? അപ്പോ പറ്റില്ല അല്ലേ? എന്നാ പിന്നെ ഈ ജാറും തരത്തില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ? വേറൊന്നും ചോദിക്കാനാ? ശരി, നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ വേറൊന്ന് ചോദിക്കാം. റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ഒരു ആയുധം താ. റിവേർഷൻ ഓയിഡ് സ്റ്റേജ് അതിശക്തരായ ആളുകളുടെ ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിലുള്ള ആളുകളോട് മത്സരിക്കാൻ കഴിയുന്ന, അവരെ നേടാൻ കഴിയുന്ന ഒരു ആയുധം മീശ ചോദിച്ചപ്പോൾ ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷന്റെ ടോറസിന് പറയാൻ വാക്കുകളൊന്നുമില്ല. മീശ ചോദിക്കുന്ന ആയുധങ്ങളൊന്നും അവന്റെ കയ്യിലില്ല. അവൻ ദേഷ്യത്തോടെ മീശയോട് പറഞ്ഞു, മീശ, നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മീശയുടെ അടുത്തേക്ക് അവൻ ഓടിയതും മീശ അതിവേഗമാണ് ആ ജാറുമായി ഓടി മാറിയത്. ഓടി മാറുന്നതിനിടയിൽ മീശ അവനോട് പറഞ്ഞു, ടോറസ്, ഈ ഓട്ട മത്സരത്തിൽ ഞാൻ വേൾഡ് നമ്പർ 2 ആണ്. ഈ യൂണിവേഴ്സിൽ ഓട്ട മത്സരത്തിൽ എന്നെ തോൽപ്പിക്കാൻ അധികം ആളുകൾക്ക് പറ്റില്ല. ഈ യൂണിവേഴ്സിൽ ഓട്ട മത്സരത്തിൽ ഞാൻ എപ്പോഴും നമ്പർ 2 ആണ്. അയക്ക് മുന്നിൽ ഉള്ളത് നമ്പർ 1 ആണ്. അത് സാക്ഷാൽ ദൈവമായിരിക്കുമല്ലോ. അതാണ് മീശ പറയുന്നതിന്റെ അർത്ഥം. മീശ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ടോറസ്, ഓടാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു. ഹോളി റീജിയനകത്ത് ഒരു കുടുംബത്തിലെ ശവക്കല്ലറ പൊളിച്ച്
ആ കല്ലറയ്ക്കകത്ത് വെച്ചിരുന്ന അമൂല്യങ്ങളായ കാര്യങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീശയെ അവിടുത്തെ ആളുകൾ കാണുന്നത്. മൈറ്റി ഫിഗേഴ്സ് ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആ ആളുകൾ മീശയെ ഓടിച്ചപ്പോൾ മീശ ആ ഹോളി റീജിയനൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഈ ഭൂമിയിൽ എത്തണമെങ്കിൽ മീശയുടെ ഓട്ടത്തെക്കുറിച്ച് നമുക്കൊരു സൂചന കിട്ടും. മീശയെ അങ്ങനെ ആരും ഓട്ടിച്ചിട്ട് പിടിക്കത്തില്ല. മീശ ആ പറയുന്ന വാചകം കേട്ടതും ടോറസ് ദേഷ്യം കൊണ്ട് ഏതാണ്ട് ജ്വലിക്കുകയാണ്. അവൻ മീശയോട് പറഞ്ഞു, മീശ, അതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, അതെനിക്ക് വേണം. ടോറസ്, നിന്നെപ്പോലെ ഒരുത്തന്റെ കയ്യിൽ ഇത് കൊടുക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. പിന്നെ ടോറസ്, നിന്നോട് ഞാനൊരു വാക്ക് പറയാൻ വിട്ടുപോയി. മാർക്ക് ഇപ്പൊ എത്തും. മാർക്ക് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞതും ടോറസ് പുറത്തേക്ക് ഓടിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ 8 തൂണുകളും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ 8 തൂണുകൾ വഴി കളക്ട് ചെയ്യപ്പെട്ട ഡിവൈൻ സെൻസുകളാണ് യഥാർത്ഥത്തിൽ ആ ജാറിനകത്തുള്ളത്. 10,000-ഓളം ഡിവൈൻ സെൻസ് ആ ജാറിനകത്തുണ്ട്. ടോറസ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെത്തി. മാർക്ക് ഫെല്ലറെ കണ്ടതും മീശ ഓടി മാർക്കിന് അടുത്തേക്ക് വന്നു. മാർക്ക്, ഇത് കണ്ട? മീശ, അതെന്താ? മാർക്ക്, ഇതാണടാ അത്, ഇതാണടാ അത്. മീശ, കാര്യം പറയാം. മാർക്ക്, ഇത് ആ ടോറസിന്റെ ഡിവൈൻ സെൻസുകളാണ്. മീശ പറഞ്ഞ വാചകം കേട്ടതും മാർക്കിന് കഥ മനസ്സിലായി. ആ മിസ്റ്റിക് വേൾഡിനകത്തുണ്ടായിരുന്ന മുഴുവൻ മാർക്കിസ്റ്റുകളുടെയും ഡിവൈൻ സെൻസുകളാണ് ആ ജാറിനകത്തുള്ളത്. നേരത്തെ ടോറസ് ശേഖരിച്ചതും അതിനകത്തുണ്ടാവും. ഇവ ഉപയോഗിച്ച് ടോറസിന് മാർഷൽ സെയിന്റിലേക്കോ മൈറ്റി ലെവലിലെ ഒരു ഫിഗറിലേക്കോ കടക്കാൻ പറ്റിയനെ. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ ജാറിലേക്ക് നോക്കുമ്പോൾ മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്കിത് വേണോ? മീശ, അതെന്ത് ചോദ്യമാണ്? മാർക്ക്, ഞാനിത് നൽകിയാൽ നീ എനിക്ക് തിരിച്ചു നൽകും. മീശ ചോദിക്ക്, എൻ്റെ കയ്യിൽ ഉള്ളത് എന്തും തരാം. മാർക്ക്, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ലേ? നിന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ശേഖരം എൻ്റെ ഉണ്ടെന്ന് നിനക്കും അറിയാം. മാർക്ക്, എനിക്ക് വേണ്ടത് നിന്റെ 3 തുള്ളി രക്തമാണ്. മീശ അത് ചോദിച്ചപ്പോൾ മാർക്കിനൊരു കൗതുകം. മീശ, അത്രേ ഉള്ളൂ, ഞാൻ ഇപ്പൊ തരാം. മാർക്ക്, ഇപ്പൊ വേണ്ട, നീ വളർന്ന് ശരിക്കും ഒരു റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ അതിശക്തനായ ഒരു യോദ്ധാവാകും. ആ സമയത്ത് നീ എനിക്ക് നിന്റെ രക്തത്തിൽ നിന്ന് 3 തുള്ളി നൽകിയാൽ മതി. മീശ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? റിവേർഷൻ ഓയിഡ് സ്റ്റേജോ? ഞാൻ ഒരു മാർഷൽ സെയിന്റ് മാത്രമാണ്. ഇനി എത്ര ഘട്ടങ്ങൾ കടന്നാലാണ് ഞാൻ റിവേർഷൻ ഓയിഡ് സ്റ്റേജിൽ എത്തുക? അവിടേക്കൊന്നും ഈ ഭൂമിയിലുള്ള ആരും എത്തി ചരിത്രം പോലും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അത് വായിച്ചിട്ടുമില്ല. ഞാൻ അവിടെ എത്തുമെന്നാണോ മീശ നിങ്ങൾ ഈ പറയുന്നത്? മാർക്ക്, ഞാൻ വെറുതെ പ്രവചനങ്ങൾ നടത്തുന്ന ആളൊന്നുമല്ല. നീ അവിടെ എത്തും, സംശയിക്കണ്ട. നീ അവിടെ എത്തുമ്പോൾ നീ എന്നെ മറക്കാതിരുന്നാൽ മതി. ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഇതാ, നിനക്ക് ഇതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജാറ് മീശ മാർക്കിന് കൊടുത്തു. മാർക്കിന് ആ ജാറ് കൊടുത്തതിന് ശേഷം മാർക്കിനെ നോക്കിക്കൊണ്ട് മീശ പറഞ്ഞു, മാർക്ക്, നീ ധൈര്യമായിട്ടിരിക്കെ, നിനക്ക് ഒരു ഭാവിയുണ്ട്. നിന്റെ വഴിയിൽ വരുന്നത് ആരെയാണെങ്കിലും നീ അവരെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.